ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കന്നഡത്തിൽ റിലീസായിട്ടുള്ള അടിപൊളി ഒരു ക്രൈം ത്രില്ലർ കഥ കണ്ടാലോ. കഥയുടെ പേരാണ് O2. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ തന്നെ അത്യാവശ്യം ട്വിസ്റ്റുകളും നല്ല ത്രില്ലിംഗ് ഒക്കെ നിറഞ്ഞിട്ടുള്ള നല്ലൊരു അടിപൊളി കഥ തന്നെയാണിത്. കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് എല്ലാ കൂട്ടുകാരും ട്വിസ്റ്റ് മലയാളി എന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അതുപോലെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ എനിക്കൊരു സപ്പോർട്ടിനായിട്ട് എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. ഈ കഥയുടെ ആരംഭത്തില് ഒരു ഹോസ്പിറ്റലിന്റെ ലാബാണ് നമ്മൾ കാണുന്നത്. ആ ലാബില് എന്തോ ഫയർ ആക്സിഡന്റ് നടന്ന പോലെയുണ്ട്. അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ എക്യുപ്മെന്റ്സും തകർന്ന് താഴെ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ലാബിലേക്ക് ഒരു പെൺകുട്ടി വരുന്നത്. ഇവള് തന്നെയാണ് നമ്മുടെ കഥയിലെ നായിക. അങ്ങനെ ആ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റവും എക്യുപ്മെന്റ് ഒക്കെ സെറ്റാക്കിയ ശേഷം അവള് അവളുടെ പ്രൊഫസറിനെ കൊളീഗിനെ വിളിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഞാൻ അന്ന് പറഞ്ഞില്ലേ ആ കാര്യം ചെയ്യാൻ പോവാ, ഇനിയും ചിന്തിച്ചൊരു കാര്യമില്ല. അപ്പൊ പ്രൊഫസർ പറയുന്നുണ്ട്, നീ അതിപ്പോ ചെയ്യരുത്, അത് ചിലപ്പോൾ നിന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയേക്കാം. എന്നാല് അവര് പറയുന്നൊന്നും നമ്മുടെ ഹീറോ ശ്രദ്ധ കേൾക്കുന്നില്ല. അവളത് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നിലേക്ക് തിരിഞ്ഞ് അവൾ ആരോട് പറയുന്നുണ്ട്, അപ്പോ നീ റെഡിയല്ലേ? ആ ഒരു വ്യക്തിയും പറയുന്നുണ്ട് റെഡിയാണ്. എന്നാൽ ശ്രദ്ധ ചെയ്യാൻ പോകുന്ന കാര്യം കുറച്ച് അപകടം പിടിച്ച കാര്യമെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ അവൾ എന്താ ചെയ്യാൻ പോകുന്നത് മാത്രം നമുക്ക് മനസ്സിലാവുന്നില്ല. അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് ശ്രദ്ധയുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ആ ഒരു ഫ്ലാഷ് ബാക്ക് നമുക്ക് മനസ്സിലായി മതിയാവും. കുറച്ച് നാള് മുൻപ് നമ്മുടെ ശ്രദ്ധയിലെ ഡോക്ടറിനെ പഠിക്കുന്ന സമയത്ത് ഒരു മെഡിസിനിൽ പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ മെഡിസിന്റെ പേരാണ് O2. അങ്ങനെ കുറച്ചു നേരത്തെ തന്റെ പ്രാക്ടീസെല്ലാം കഴിഞ്ഞപ്പോൾ അറിയാതെ ആ ഒരു ടേബിളിൽ തന്നെ ഉറങ്ങിപ്പോവാണ്. പിന്നെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷ് ആയി വന്നപ്പോഴാണ് തന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അതായത് കുറെ നാളായിട്ട് നമ്മുടെ ശ്രദ്ധ O2 എന്ന മെഡിസിനിൽ പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനോട് അതിനെക്കുറിച്ച് അവൾ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയുള്ള നമ്മുടെ ശ്രദ്ധയുടെ ഫൈൻഡിങ്സ് അവൾക്ക് കുറേയധികം ഡോക്ടേഴ്സിന്റെ മുമ്പിൽ പബ്ലിഷ് ചെയ്താലേ മതിയാവും. അപ്പോൾ മാനേജ്മെന്റ് ഒരു മെഡിക്കൽ മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. ആ ഒരു ഫംഗ്ഷനിൽ നമ്മുടെ ശ്രദ്ധയോട് വേഗം ചെല്ലാനും അവളുടെ റിസർച്ചിനെ കുറിച്ച് അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയാനാണ് തന്റെ കൊളീഗ് അവളെ വിളിച്ചിട്ടുള്ളത്. അങ്ങനെ ശ്രദ്ധ റെഡിയായിട്ട് തന്റെ കാറും എടുത്തിട്ട് കുറച്ച് നാളായിട്ട് അവള് കണ്ടുപിടിച്ചിട്ടുള്ള ആ ഒരു O2 എന്ന മെഡിസിനിലെ അത് ഒരു എലിയുടെ ശരീരത്തിൽ അവൾ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എലി എടുത്തിട്ട് ആ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നോർമലി ശ്രദ്ധ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫ്രീ ഉള്ള സമയത്തൊക്കെ ഒരു റേഡിയോ പ്രോഗ്രാം കേൾക്കാറുണ്ട്. ആ പ്രോഗ്രാമിന്റെ പേര് ഓഷോ ടോക്ക് എന്നാണ്. അതിൽ സംസാരിക്കുന്നവരുടെ പേര് ഓഷോ എന്നാണ്. നമ്മുടെ ശ്രദ്ധയ്ക്ക് ഓഷോയുടെ ആ ഒരു പ്രോഗ്രാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴും ആ ഒരു പ്രോഗ്രാം കേട്ടുകൊണ്ട് തന്നെയാണ് അവൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് റോഡിൽ കുറേയധികം ജനങ്ങളെ തടിച്ചു കൂടിയത് അവൾ കാണുന്നത്. എന്താ പറ്റി നോക്കുമ്പോൾ ഒരു അമ്മയുണ്ട് റോഡിൽ വീണ് കിടക്കുന്നത്. അരികിലാണെങ്കിൽ ആ കാഴ്ച കണ്ടിട്ട് ഒരു കുഞ്ഞ് മകള് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ ശ്രദ്ധക്ക് മനസ്സിലായിട്ടുണ്ട് ആ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് പറ്റിയതാണെന്ന്. എന്നാൽ ചുറ്റും കൂടിയ ആളുകള് ആംബുലൻസിന് വിളിച്ചിട്ടുണ്ട്. ഇതുവരെ ആംബുലൻസ് എത്തിയിട്ടില്ല. ആ ഒരു അമ്മയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ കുടിച്ച് കിളി പോയിട്ട് അട്ട നോക്കി നിൽക്കുകയാണ്. നമ്മുടെ ഡോക്ടറായിട്ടുള്ള ശ്രദ്ധക്ക് അത് കണ്ടിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആ ഒരു അമ്മയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് മാക്സിമം പരിശ്രമിക്കുകയാണ്. എന്നാൽ ആ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യേണ്ട ടൈം ആവും ചെയ്തിട്ടുണ്ട്. കുറെ വർഷത്തെ തന്റെ കഷ്ടപ്പാടായിട്ടുള്ള ആ ഒരു റിസർച്ച് ഇന്ന് ആ സെമിനാറിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എത്ര നാൾ കാക്കണമെന്ന് പോലും അറിയില്ല. എന്നാൽ തന്റെ പഠിത്തത്തിന് തന്റെ ജോലിക്ക് മനസാക്ഷിയോട് നീതി കാണിക്കണ്ടേ. അപ്പോൾ ജീവനിൽ പോരാടുന്ന ആ ഒരു അമ്മയെ രക്ഷിക്കാൻ കുറെ നേരം CPR കൊടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ എത്ര ട്രൈ ചെയ്തിട്ടും ആ ഒരു അമ്മയെ അവൾക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. എന്നാൽ അതേ സമയത്ത് ആ ഒരു സെമിനാർ ഫംഗ്ഷനിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഡോക്ടറായിട്ടുള്ള ശ്രദ്ധ അധികം വൈകാതെ ഈ ഒരു ഫംഗ്ഷനിൽ എത്തുന്നൊക്കെ പൊക്കി അടിക്കുന്നുണ്ട്. എന്നാൽ അവൾക്ക് ആ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പോലും അറിയില്ല. അതേ സമയത്ത് നമ്മുടെ ശ്രദ്ധയിലെ അവളുടെ കാറിലെ എമർജൻസി ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവസാന ശ്രമമായിട്ട് അത് യൂസ് ചെയ്തപ്പോൾ ഭാഗ്യത്തിന് ആ ഒരു അമ്മയെ അവൾക്ക് രക്ഷിക്കാൻ പറ്റാണ്. എന്നാൽ മറ്റൊരു ഭാഗത്ത് സെമിനാറിൽ ശ്രദ്ധയ്ക്ക് ഇൻട്രോ കൊടുത്തിട്ടും അവൾ വരുന്ന കാണാതായപ്പോൾ ശ്രദ്ധയുടെ ഫ്രണ്ട് വന്ന് പറയുന്നുണ്ട് അവൾക്ക് എത്താൻ പറ്റിയിട്ടില്ല. നെക്സ്റ്റ് മീറ്റിംഗിൽ നമുക്ക് അവൾക്ക് ഒരവസരോട് കൊടുത്താലോ. അങ്ങനെ ആ ഒരു ടീം അതിന് സമ്മതിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ശ്രദ്ധ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. അപ്പോൾ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, ഞാൻ എത്ര നേരത്തെ നിന്നെ വിളിച്ച് കാര്യം പറഞ്ഞതാ, ഡോക്ടറായിട്ടും പങ്ക്ച്വാലിറ്റി തീരെയില്ലല്ലോ. എന്നാൽ ശ്രദ്ധ എന്തുകൊണ്ടാണ് ലേറ്റ് ആയതെന്ന് അവൾക്ക് മാത്രമല്ല അറിയൂ. അതിനെക്കുറിച്ച് അവളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നിട്ട് പോലുമില്ല. അപ്പോഴാണ് ശ്രദ്ധ തന്റെ ചെറുപ്പത്തിലെ ചില ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നത്. അതായത് ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് O2 എന്ന ഈ ഒരു മെഡിസിൻ കണ്ടുപിടിക്കാനേ നമ്മുടെ ശ്രദ്ധ ഇത്ര കഷ്ടപ്പെടുന്നത്. അതിന്റെ പിന്നിൽ സ്ട്രോങ് ആയിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. അതായത് അവളുടെ ലൈഫിൽ സംഭവിച്ച ചില ട്രാജഡികളാണ്. അപ്പോൾ അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. നമ്മുടെ ശ്രദ്ധ ചെറിയ പെൺകുട്ടിയായിരുന്ന സമയത്ത് ഇടയ്ക്ക് അവളുടെ അച്ഛൻ ബോട്ടിൽ അവൾ കൂട്ടിക്കൊണ്ട് പോകാറുണ്ട്. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ട് പോവാറ്. അപ്പോഴാണ് അച്ഛൻ പറയുന്നത്, നിനക്കൊരു കാര്യം അറിയോ, നിന്റെ അമ്മയ്ക്ക് എങ്ങനെയാ എന്നോട് ഇഷ്ടം തോന്നിയെന്ന്? നമ്മുടെ നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ശിവാട്ടയില്ലേ, ആ ഒരാട്ടം ഞാൻ എല്ലാ ഉത്സവത്തിലും അതുപോലെ ഫംഗ്ഷനിലും ആടാറുണ്ടായിരുന്നു. അങ്ങനെ എന്റെ കഴിവ് കണ്ടിട്ടാണ് അവൾക്ക് എന്നോട് പ്രണയം സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ ശ്രദ്ധ, ഞാൻ അതിന് കണ്ടിട്ടേ ഇല്ലല്ലോ, അച്ഛൻ്റെ തള്ളി തള്ളി എങ്ങോട്ടാ തോണിയപ്പോ ആ മാമൻ തൊഴയില്ലേ, എന്താ നിനക്ക് വിശ്വാസമില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ആടി കാണിച്ചു തരാം. അങ്ങനെ ആ ഒരു ആട്ടം കാണിച്ചു കൊടുക്കാണ്. അത് കാണുമ്പോൾ ശ്രദ്ധയ്ക്കും വല്ലാതെ ഹാപ്പി ആവുന്നുണ്ട്. അപ്പോഴാണ് അവരുടെ ആ ഒരു വഞ്ചി തുഴഞ്ഞുകൊണ്ടിരുന്ന ആ ഒരാള് പറയുന്നത്, നിന്റെ മോളെ കാണാന് നിന്റെ വൈഫിനെ പോലെ തന്നെ ഉണ്ടല്ലോ. അത് കേട്ടപ്പോ ശ്രദ്ധയും അതുപോലെ അവളുടെ അച്ഛനും വല്ലാതെ അപ്സെറ്റ് ആയി പോവാണ്. അതായത് ശ്രദ്ധയുടെ ചെറു പ്രായത്തിൽ തന്നെ അവളുടെ അമ്മ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരണപ്പെട്ടു
മരണപ്പെട്ടു പോയതാണ്, അതും അവളുടെ കൺമുമ്പിൽ വെച്ചിട്ട്. അപ്പോൾ ശ്രദ്ധ ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛാ, എന്താ എല്ലാവരും മരണപ്പെടുന്നത്, പ്രത്യേകിച്ച് നമ്മൾ സ്നേഹിക്കുന്ന ആളുകള്? എന്നാൽ ആ ചോദ്യത്തിന് അവളുടെ അച്ഛന് എന്താണ് മറുപടി പറയേണ്ടതെന്ന് തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം അവളുടെ അച്ഛൻ ഇപ്പോൾ ചെയ്യുന്ന ജോലിയാണ് നമ്മൾ കാണുന്നത്. അതായത് സ്റ്റേജ് ഡ്രാമകളിലൊക്കെ അവർക്ക് മേക്കപ്പ് ഇടലാണ് നമ്മുടെ ശ്രദ്ധയുടെ അച്ഛന്റെ ജോലി. അപ്പോൾ അച്ഛൻ മേക്കപ്പ് ഇടുന്നത് അവൾ ഫോട്ടോ എടുക്കാനേ ക്യാമറ എടുത്തിട്ട് അവൾ ഓടി വരുന്നുണ്ട്. അതേസമയത്ത് അവളുടെ അച്ഛനാണെങ്കിൽ സിഗരറ്റ് വലിച്ചുകൊണ്ടാണ് മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നത്. അത് കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം വരികയാണ്. അച്ഛാ, ഇല്ല മോളെ, ഇത് അവസാനം, ഇനി ഞാൻ സിഗരറ്റ് വലിക്കില്ല. അങ്ങനെ ആ ഒരു സിഗരറ്റ് മാറ്റി വെച്ചിട്ട് അവളെ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് നിനക്ക് ഈ മേക്കപ്പിൽ ആ ഒരു ആട്ടം കാണണ്ടേ? അങ്ങനെ ശിവാട്ടം ആടി കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് അവളുടെ അച്ഛൻ നെഞ്ചുവേന വരുന്നത്. അതായത് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചത് തന്നെയാണ്. അങ്ങനെ വേഗം തന്നെ അവര് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഹോസ്പിറ്റൽ അധികൃതർ പറഞ്ഞത് നിങ്ങൾ കുറച്ച് നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കാൻ പറ്റുമായിരുന്നെന്നാണ്. എന്നാൽ ശ്രദ്ധയുടെ അമ്മ അവർ വിട്ടുപോയപ്പോഴും ഇതേപോലെ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴും ഡോക്ടേഴ്സ് ഇത് തന്നെയാണ് പറഞ്ഞത്, കുറച്ച് മുമ്പ് നിങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നെന്ന്. അന്ന് അവൾ മനസ്സിലൊരു കാര്യം കുറിച്ചതാണ്. അതായത് പഠിച്ച് വലുതായി ഒരു ഡോക്ടറായിട്ട് ഈ ഒരു ഹാർട്ട് അറ്റാക്കിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു മെഡിസിൻ കണ്ടുപിടിക്കും. അങ്ങനെയാണ് അവൾ O2 എന്ന മെഡിസിൻ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അങ്ങനെ പ്രസന്റില് നമ്മുടെ ശ്രദ്ധയ്ക്ക് അവളുടെ O2 എന്ന മെഡിസിൻ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ആ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ O2 കുറിച്ച് അവൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് ഈ ഒരു മെഡിസിൻ എന്തിനാണ് ശരിക്ക് യൂസ് ചെയ്യാന്നുള്ള ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചിട്ട് താഴെ വീണുപോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്താനുള്ള ആകെ ടൈം എന്ന് പറയുന്നത് 20 മിനിറ്റ് ആണ്. ആ ഒരു 20 മിനിറ്റിനുള്ളിൽ CPR ചെയ്ത് വീണ്ടും അവരുടെ ഹാർട്ടിനെ മിടിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവര് മരണപ്പെട്ടതായിട്ട് അവസാനം സ്ഥിരീകരിക്കേണ്ടി വരും. അപ്പോൾ ശ്രദ്ധ പറയുന്നുണ്ട്, ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച ഒരാളെ റെസ്ക്യൂ ചെയ്യാനായിട്ട് 20 മിനിറ്റിൽ കൂടുതൽ ടൈമുണ്ട് അവരെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ഞാൻ ഈ മെഡിസിൻ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതായത് O2 എന്ന ഈ ഒരു മെഡിസിനിലെ അത് അവരുടെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്താൽ 20 മിനിറ്റിനേക്കാൾ കൂടുതൽ ടൈം നമുക്ക് എന്തായാലും കിട്ടും. കുറച്ച് നാളായിട്ട് ഞാൻ എലികളുടെ പരീക്ഷ നടത്തുന്നുണ്ട്. അപ്പോൾ അവസാനം എനിക്ക് കണ്ടെത്താൻ പറ്റിയത് 38 മിനിറ്റോളം ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച ഒരു എലിയെ റെസ്ക്യൂ ചെയ്യാൻ ടൈം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു എലിയുടെ ഹൃദയം വീണ്ടും ഇടിക്കാൻ തുടങ്ങി. അപ്പോൾ ചെറിയൊരു എലിയിൽ ഇത്രത്തോളം എഫക്റ്റ് ഉണ്ടെങ്കിൽ മനുഷ്യരുടെ കാര്യത്തിലാകുമ്പോൾ മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും നമുക്ക് ടൈം ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് ആ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്ത ഒരു ഡോക്ടർ പറയുന്നത് കുറച്ച് ടൈം നമുക്ക് വേണം. അങ്ങനെ ആ ഒരു ഡോക്ടേഴ്സ് എല്ലാം കൂടി മാറി ഡിസ്കസ് ചെയ്ത ശേഷം ശ്രദ്ധയോട് പറയുന്നുണ്ട്, നിങ്ങൾ നടത്തിയ റിസർച്ചിന് ഒരു സക്സസ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇംപ്രസ്ഡ് ആണ്, ഈ ഒരു മെഡിസിനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. എന്നാൽ ആ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ നമ്മുടെ ശ്രദ്ധയുടെ റിസർച്ച് നടത്താനുള്ള ഒരു ലാബ് പോലുമില്ല. അപ്പോഴാണ് അവൾ ചോദിക്കുന്നത്, കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യാത്ത ആ ഒരു സ്റ്റോർ റൂമില്ലേ അത് ഞാൻ ലാബായിട്ട് യൂസ് ചെയ്തോട്ടെ? അപ്പോൾ ആ ഒരു ഡോക്ടറില്ലേ അതിന് സമ്മതിക്കുകയും ചെയ്യാണ്. എന്നാൽ എക്സ്പെരിമെന്റ് അത് നമ്മുടെ ശ്രദ്ധ ഒറ്റയ്ക്കല്ല നടത്താൻ പോകുന്നത്. അവളുടെ കൂടെ അവൾ അസിസ്റ്റന്റ് ചെയ്യാൻ മറ്റ് 3 ഡോക്ടേഴ്സ് കൂടി ഉണ്ട്. അവരുടെ പേര് ശ്രുതി, നായക്, പിന്നെ ദേവ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ശ്രദ്ധ ദേവിനെ നീ പോയിട്ട് വേണം പിക്കപ്പ് ചെയ്യാൻ. അങ്ങനെ ദേവിനെ കൂട്ടിയിട്ട് വരികയാണ്. അങ്ങനെ നമ്മുടെ ശ്രദ്ധയും ടീമും ചേർന്നിട്ട് ആ ഒരു ഹോസ്പിറ്റലിലെ സ്റ്റോർ റൂമിലെ അത് ക്ലീൻ ചെയ്തിട്ട് അവർ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു ലാബ് സെറ്റ് ചെയ്യാണ്. അപ്പോഴാണ് അവിടെ ഒരു ഹെൽമെറ്റ് ദേവ് കാണുന്നത്. അല്ല, ഇതെന്തിനാ ഇവിടെ ഒരു ഹെൽമെറ്റ് ഒക്കെ? അപ്പോൾ ശ്രദ്ധ, അത് സാധാരണ ഹെൽമെറ്റ് അല്ല, അതൊരു കൂളിംഗ് ഹെൽമെറ്റ് ആണ്. ഇതും നമ്മുടെ ഒരു എക്സ്പെരിമെന്റ് തന്നെയാണ്. അതായത് ഈ ഒരു ഹെൽമെറ്റ് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബ്രെയിനിലെ സെൽസിന് ഒരു സപ്പോർട്ട് കൊടുക്കാനാണ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തികൾ മരണപ്പെടുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരുടെ ഹാർട്ട് സ്റ്റോപ്പ് ആയിട്ട് ബ്രെയിനിലേക്കുള്ള ആ ഒരു ബ്ലഡ് ഫ്ലോ കണക്ഷൻ നിൽക്കില്ലേ, അപ്പോൾ ബ്രെയിനിലെ നെർവുകളൊക്കെ റെസ്പോണ്ട് ചെയ്യാത്ത സിറ്റുവേഷൻ വരും. എന്നാൽ ഈ ഒരു ഹെൽപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഞരമ്പുകൾ ഡെഡ് ആവാതെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ കഴിയും. അതായത് ഈ ഒരു എക്യുപ്മെന്റ്സ് ഒക്കെ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരാളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ശ്രദ്ധയും ടീമും കൂടി അവർ കണ്ടെത്തിയ മെഡിസിനെ കുറിച്ചും എക്യുപ്മെന്റ്സിനെ കുറിച്ചൊക്കെ അവരുടെ റിസർച്ചിന് ശേഷം അവിടെ തടിച്ചുകൂടിയ ഡോക്ടേഴ്സിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കൂട്ടത്തിലുള്ള ഒരു ലേഡി ഡോക്ടർ എഴുന്നേറ്റിട്ട് നമ്മുടെ ശ്രദ്ധയോട് ഒരു ചോദ്യം ചോദിക്കുന്നത്. അതായത് മഞ്ഞ് വീഴ്ചയുള്ള ഒരു സ്ഥലത്ത് കാവലുന്ന ഒരു പട്ടാളക്കാരൻ 3 ദിവസത്തോളം ആ ഒരു മഞ്ഞിന്റെ ഉള്ളിൽ പെട്ടുപോയിട്ട് അതിനുശേഷമാണ് അവരുടെ ടീം ആ പട്ടാളക്കാരനെ കണ്ടെത്തുന്നത്. എന്നാൽ പിന്നീട് ട്രീറ്റ്മെന്റ് ചെയ്ത ശേഷം അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചെടുക്കാൻ പറ്റി. എല്ലാവരും മിറാക്കലായിട്ട് കണ്ടെങ്കിലും പിന്നീട് 40 ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങേർക്ക് വല്ലാതെ വേദന അനുഭവിക്കാൻ തുടങ്ങി. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം മരണപ്പെട്ടു പോയിരുന്നു. ഈ ഒരു ഇൻസിഡന്റ് ഞാൻ പറഞ്ഞതെന്തിനെന്ന് വെച്ചാൽ 3 ദിവസം ആ ഒരു മഞ്ഞിൽ കിടന്ന പട്ടാളക്കാരനെ രക്ഷപ്പെടുത്താനും നിങ്ങൾ കണ്ടുപിടിച്ച O2 മെഡിസിൻ പോലെ മറ്റൊരു മെഡിസിൻ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടായിരിക്കാം ആ ഒരു വ്യക്തി ഒരു 40 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മരണപ്പെട്ടു പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ മെഡിസിനും അതുപോലെ സൈഡ് എഫക്റ്റ് ഇല്ല, പിന്നീട് നിങ്ങൾ റെസ്ക്യൂ ചെയ്യുന്ന ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടില്ല എന്ന് എന്തോ ഉറപ്പാ തരാൻ പറ്റുക? അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു പ്രൊഫസർ ഡോക്ടർ വരുന്നത്. ഇങ്ങനെയുടെ പേരാണ് മൂർത്തി. ആ ഒരു ലേഡി പറഞ്ഞതിനെ നമ്മുടെ മൂർത്തി സപ്പോർട്ട് ചെയ്യാണ്. കാരണം മൂർത്തിക്ക് നമ്മുടെ ശ്രദ്ധയോട് എന്തോ ഒരു ദേഷ്യമുണ്ട്. ആ ഒരു ദേഷ്യം ഉള്ളിൽ വെച്ചിട്ടാണ് അങ്ങേര് പറയുന്നത്, ശ്രദ്ധ ഇവളിപ്പോ കണ്ടുപിടിച്ചിട്ടുള്ള ഈ ഒരു മെഡിസിനില്ലേ അത് യൂസ് ചെയ്ത് ചിലപ്പോൾ ഒരാളെ രക്ഷിക്കാനൊക്കെ പറ്റുമായിരിക്കും. എന്നാൽ ആ ഒരു മെഡിസിനെ കുറിച്ച് എനിക്ക് അറിയുന്നോണ്ട് പറയാം, ആ മെഡിസിൻ ഒരാളുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ പതിയെ അവര് കോമയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരാൾ ഒറ്റയടിക്ക് മരിക്കുന്നതാണോ അല്ലെങ്കിൽ ഫിസിക്കലി മരിച്ചിട്ട് ശരീരം മരണം സമ്മതിക്കാത്ത പോലത്തെ ഒരു നിരക്കിയ അവസ്ഥ
അവസ്ഥ ഒരാൾ ഫേസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അവിടെ കൂടിയ ബാക്കി ഡോക്ടേഴ്സ് നമ്മുടെ ശ്രദ്ധയോട് ചോദിക്കുന്നുണ്ട്, അല്ല മൂർത്തി ഡോക്ടർ പറയുന്ന പോലെ അങ്ങനെ കോമയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടോ? അപ്പോൾ ശ്രദ്ധ പറയുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞ പോലെ അങ്ങനെ ഒരു കോമയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്, എന്നാൽ അത് വളരെ മൈന്യൂട്ടായിട്ട് മാത്രമാണ്. എന്നാൽ ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്താനുള്ള ചാൻസ് അത് വളരെ കൂടുതലാണ്. എന്നാൽ മൂർത്തി ആണെങ്കിൽ ഇതിനു മുൻപ് ഒരു റിസർച്ചിലും പരിചയമില്ലാത്ത പുതുതായിട്ട് റിസർച്ച് എന്ന പേരിൽ ഒരു മെഡിസിൻ കൊണ്ടുവന്നിട്ടുള്ള ഇവളുടെ വാക്ക് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ കുറേയധികം ഫാമിലിയുടെയും അതുപോലെ നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ തന്നെ ചീത്ത പേര് നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പോൾ അവിടെ കൂടി ഡോക്ടേഴ്സിന്റെ മൈൻഡൊക്കെ പതിയെ മാറി തുടങ്ങുകയാണ്. അത് മനസ്സിലായപ്പോൾ ശ്രദ്ധ പറയുന്നുണ്ട്, ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മെഡിസിൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലല്ലേ അത് വർക്കാവോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇപ്പൊ തന്നെ ലാബൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ട് ആ ഒരു ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവല്ലേ. അങ്ങനെ നിരാശയില് നമ്മുടെ ശ്രദ്ധയില് അവളുടെ ലാബിലിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഡോക്ടർ ദേവ് വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ആ ഒരു പ്രൊഫസർ മൂർത്തി അങ്ങേർക്ക് എന്താ കുഴപ്പം? നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിലെ ആ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നത്. ശ്രദ്ധ പഠിക്കുന്ന സമയത്ത് പ്രൊഫസർ മൂർത്തിയുടെ കീഴിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. മൂർത്തിക്കാണെങ്കിൽ ഒരു 30-40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ സ്റ്റുഡൻസിനെ ക്ലാസ് എടുത്ത് കൊടുക്കാണ്. നിങ്ങൾ രോഗിയെ ശുശ്രൂഷിക്കുന്നതിന് മുൻപ് അവരുടെ യഥാർത്ഥ കണ്ടീഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ ടൈമിനും പെട്ടെന്നെടുക്കുന്ന ഡിസിഷനുമാണ് ഒരാളെ മികച്ച ഡോക്ടറാക്കാൻ പറ്റുക. അപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് ഏതോ ഒരാള് ഒരു പ്രായമായ അമ്മ എടുത്തിട്ട് ഹെൽപ്പ് ചോദിച്ചു വരുന്നത്. ആ ഒരു ശബ്ദം കേട്ട മൂർത്തിയോട് ആ ഒരു വ്യക്തി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങേര് വേറൊരു നഴ്സിനെ വിളിച്ചിട്ട് ആ ഒരു അമ്മയ്ക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറയാണ്. എന്നിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡൻസിനോട് പറയുന്നുണ്ട്, ഒരു ലേഡിക്ക് ഇപ്പോൾ വയ്യാതെ വന്നിട്ടുണ്ട്, അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് നിങ്ങളിൽ ആരാ വേഗത്തിൽ പറയാൻ നോക്കാലോ. എന്നാൽ അവർ വന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അതായത് നഴ്സിനൊന്നും കാത്തുക്കാതെ നമ്മുടെ ഹീറോയിനിലെ ആ ഒരു വ്യക്തിയെ കൂട്ടിയിട്ട് ആ ഒരു അമ്മയെ വേഗം തന്നെ എമർജൻസി വാർഡിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ സ്ട്രെച്ചറിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയേ? അത് ടൗണിൽ വെച്ച് ഒന്ന് വീണതാ. എത്ര വയസ്സുണ്ട് അമ്മയ്ക്ക്? ഒരു 60-65 കാണും തോന്നുന്നു. വേറെ എന്തെങ്കിലും സ്ഥിരമായിട്ടുള്ള അസുഖം, ഷുഗറോ പ്രഷർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ആ ഒരു അമ്മയ്ക്ക് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൂർത്തി സ്റ്റുഡൻസിനോട് ചോദിക്കുന്നുണ്ട്, ഇനി പറ എന്താ ഈ അമ്മയ്ക്ക് ശരിക്കും പറ്റിയേ? ഓരോരുത്തർ പറയുന്നുണ്ട്, ഹൈപ്പർ ടെൻഷൻ ആണെന്ന് തോന്നുന്നുണ്ട്, ചില ആളുകൾ കാർഡിയാക് അറസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. എന്നാലും മൂർത്തി നിങ്ങൾ എന്താ തോന്നുന്നുണ്ടെന്ന് ഒന്നിനൊരു ഉറപ്പില്ലേ? ആ ഒരു മോണിറ്ററിൽ നോക്ക്, അവരുടെ ഹാർട്ട് ബീറ്റില്ലേ അത് നോർമലാണ്. അവർക്ക് അനാഫിലാസിസ് എന്ന ഒരു കണ്ടീഷൻ സംഭവിച്ചാണ്. എന്നാൽ ഇത് കേട്ടപ്പോൾ ശ്രദ്ധ പറയുന്നുണ്ട്, അത് കറക്റ്റ് അല്ല സാറേ. കറക്റ്റ് അല്ലാന്നോ? നീ എന്നെ പഠിപ്പിക്കാനായോ? എന്നാൽ മറുത്തൊന്നും പറയാതെ നമ്മുടെ ശ്രദ്ധയിലെ ഡോക്ടർ മൂർത്തിയുടെ പെന്ന് തന്നെ എടുത്തിട്ട് ആ ഒരു അമ്മയുടെ കഴുത്തില് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒരു ഹോൾ ഉണ്ടാക്കുകയാണ്. അതായത് മെർസൽ മൂവിലാന്ന് തോന്നുന്നുണ്ട് നമ്മുടെ വിജയ് ആ ഒരു എയർപോർട്ടിൽ വെച്ചിട്ട് ഒരാളെ രക്ഷിക്കുന്നില്ലേ, അതേപോലെ അതില് ആ ഒരു അമ്മയെ റെസ്ക്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അവരെ വാർഡിലേക്ക് മാറ്റാൻ പറയാണ്. അത് കണ്ടപ്പോൾ കൊളീഗ്സ് ചോദിക്കുന്നുണ്ട്, അല്ല ശ്രദ്ധ ഇപ്പോ എന്താ നിങ്ങൾ ചെയ്തേ? അവള് പറയുന്നുണ്ട്, ഈ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ആ ഒരു അമ്മ വീണപ്പോൾ അവരുടെ ലങ്സ് കൊളാപ്സ് ആയിട്ട് ഉള്ളില് വായു ബ്ലോക്ക് ആയതാണ്. അങ്ങനെയാണ് ശ്വാസം എടുക്കാൻ പറ്റാതായത്. അപ്പോൾ ആ ഒരു എയറിനെ ഞാൻ റിലീസ് ചെയ്ത് വിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ കൊളീഗ്സ് ആണെങ്കിൽ ശ്രദ്ധ താൻ ബ്രില്യൻ്റ് ആട്ടോ, അത് നമ്മുടെ മൂർത്തിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിന്റെ ഇടയിലാണ് ആ ഒരു അമ്മയെ കൊണ്ടുവന്ന ആ ഒരു പയ്യനില്ലേ ആ മൂർത്തിയോട് പറയുന്നത്, ഇതുപോലെ ഒരു ഡോക്ടറെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എന്നാൽ ശ്രദ്ധയെ പൊക്കി പറയുന്നത് മൂർത്തിക്ക് സഹിക്കാൻ പറ്റുമോ? അങ്ങനെ പണ്ടേ അവിടെ തടിയെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ശ്രദ്ധയില്ലേ ആ ഒരു അമ്മയുടെ അരികിലേക്ക് വരുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മേ? ഓക്കെ അല്ലേ? ഇന്ന് തന്നെ വീട്ടിലേക്ക് പോയിക്കോ, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ആ ഒരു പയ്യനില്ലേ അവന് ശ്രദ്ധയെ വല്ലാതെ ഇഷ്ടമായിട്ടുണ്ട്. അവളുടെ സൗന്ദര്യത്തിൽ അങ്ങനെ മുഴുകിയിരിക്കുകയാണ്. അമ്മയെ സേഫായിട്ട് നോക്കിയോ, 2 ആഴ്ചയിലൊരിക്കൽ അമ്മയെ ഒന്ന് കൂട്ടിക്കൊണ്ടുവന്നാൽ മതി. അവനാണെങ്കിൽ ആയിക്കോട്ടെ. അല്ല ഡോക്ടറെ, നിങ്ങൾ ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, പഴയതോ ചർച്ചിൽ വെച്ചിട്ടാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ വെച്ചിട്ടോ? എന്നാലും ശ്രദ്ധ നിങ്ങൾ എന്നെ എവിടെ നിന്നും കാണാൻ സാധ്യതയില്ല. ഹോസ്പിറ്റലിൽ മുമ്പ് വന്നിട്ടുണ്ടോ? എന്തെങ്കിലും സീരിയസ് കേസായിട്ട് അങ്ങനെയാണെങ്കിൽ കണ്ടിട്ടുണ്ടോ? അല്ല മോനെ, നിന്റെ അമ്മയല്ലേ ഐസിയുലുള്ളത്, എന്നിട്ടും ഇങ്ങനെ വർത്താനം പറയാന് നിനക്ക് ഒരു നാണമില്ല? അല്ല ഡോക്ടർ, അതെന്റെ അമ്മയൊന്നുമല്ല. ഞാൻ ടൗണിൽ വെച്ചിട്ടാണ് ആ ഒരു അമ്മ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അവരെ രക്ഷിക്കാനായിട്ട് വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതാ. അപ്പോൾ ശ്രദ്ധ സോറി പറയുമ്പോൾ അതിനൊന്നും ആവശ്യമില്ല. എന്നിട്ട് അവനെ പരിചയപ്പെടുത്താണ്, എന്റെ പേര് ഓഷോ എന്നാണ്. അല്ല ഏത് ഓഷോ? RJ ഓഷോ. അതായത് നമ്മുടെ ശ്രദ്ധയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാം ഇല്ലേ, ആ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഓഷോ തന്നെയാണ്. എന്നാലും ഈ ഒരു സിറ്റുവേഷനിൽ അവന് പരിചയമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണി പാളെന്ന് മനസ്സിലായതുകൊണ്ട് RJ ഓഷോ എന്ന ഒരാളെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മെല്ലെ തടി തപ്പുന്നുണ്ട്. അങ്ങനെ ശ്രദ്ധ പോകാൻ ഒരുങ്ങുമ്പോൾ, അല്ല ഡോക്ടറെ നമ്പറും തരാൻ പറ്റുമോ? എന്തെങ്കിലും എമർജൻസി ഹെൽപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളെ തന്നെ വിളിക്കാലോ. അപ്പൊ ശ്രദ്ധ നമ്പർ നോട്ട് ചെയ്തോ. അങ്ങനെ നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് അവസാനം പറയുന്നുണ്ട്, ഇത് ഹോസ്പിറ്റലിന്റെ എമർജൻസി നമ്പറാ, അവിടെ വിളിച്ചാൽ മതി. എന്നാൽ ശ്രദ്ധ പോയി കഴിഞ്ഞിട്ടും അവൻ സന്തോഷത്തിൽ തുള്ളി ചാടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓഷോയുടെ പരിപാടി എന്താ, ആർക്കെങ്കിലും ചെറിയ എന്തെങ്കിലും ഒരു വയ്യായ്മ തോന്നിയാല് പെട്ടെന്ന് തന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അതായത് ആ ഒരു ഗ്യാപ്പിൽ ശ്രദ്ധയെ കാണാലോ. അങ്ങനെ ഓഷോ തന്റെ ഇന്ററാക്ഷൻ സെക്ഷനിൽ വെച്ചിട്ട് ശ്രദ്ധയെ മീറ്റ് ചെയ്ത കാര്യവും ആ ഒരു അമ്മയെ ഹെൽപ്പ് ചെയ്തതും എല്ലാം ജനങ്ങളോട് അവൻ തുറന്നു പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയ്ക്കും ഉള്ളിൽ ചെറുതായിട്ട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരുടെ ഇടയിൽ പതിയെ ഒരു ഇഷ്ടം മുട്ടിട്ട് തുടങ്ങി തോന്നുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ മൂർത്തിയിലെ ശ്രദ്ധ വിളിപ്പിക്കുകയാണ്, നീ കഴിഞ്ഞ ദിവസം ചെയ്തില്ലേ ആ ഒരു ലേഡി വീണ് അവരുടെ ലങ്സ് കൊളാപ്സ് ആയതാണ്, അങ്ങനെ എയർ സ്റ്റക്ക് ആയതാണ്,
ആ ഒരു എയറൊക്കെ റിമൂവ് ചെയ്ത് അവരെ രക്ഷപ്പെടുത്തിയില്ലേ? അല്ല, എങ്ങനെയാ നിനക്കത് മനസ്സിലായേ? അത് സാറേ, അവര് ബ്രീത്ത് എടുക്കുമ്പോൾ ശരിക്കും സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ അവരുടെ ലങ്സ് ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. അപ്പോൾ ദേഷ്യത്തില് കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ ഒരു മെഡിക്കൽ ഫീൽഡില് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്, ചില പ്രോട്ടോകോൾ ഉണ്ട്. അതിനൊന്നും ഒരു വിലയും തരാൻ പാടില്ലെന്നാ. അല്ല സാറേ, സാറല്ലേ പറഞ്ഞേ ടൈമാണ് ഇമ്പോർട്ടന്റ് എന്ന്. ആ ഒരു അമ്മയുടെ ആ ഒരു സിറ്റുവേഷനിൽ പിന്നെ ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടിരുന്നത്? അല്ല ശ്രദ്ധ, നിന്റെ വിചാരം എന്താ? നീയാണ് എല്ലാത്തിനും മേലേന്നോ? എല്ലാം അറിയാണെങ്കിൽ പിന്നെ നിനക്ക് ഈ ഫെലോഷിപ്പിന്റെ ആവശ്യമില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, ഡ്രൈവറെയും കൂടിയിട്ട് മോള് തിരിച്ച് വീട്ടിലേക്ക് വിട്ടോ. അപ്പൊ ശ്രദ്ധ, സാറേ ഇപ്രാവശ്യത്തേക്ക് ക്ഷമിച്ചേക്ക്, ഇനി ഇങ്ങനെ നടക്കില്ല. ആഹാ, അപ്പോൾ എന്റെ കൂടെ ഈ ഒരു ഫെലോഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ നീ തീരുമാനിച്ചു അല്ലേ? എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാ. അങ്ങനെ ശ്രദ്ധ അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോ അങ്ങനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ എന്റെ പെണ്ണെടുത്ത് പോക്കറ്റിൽ വെച്ചിട്ടില്ലേ? അപ്പോൾ കോട്ടിൽ ബ്ലഡ് ആയിട്ടുണ്ട്, നാളെ കോട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ക്ലാസ് കയറിയാൽ മതി. അപ്പോൾ ദേവ് പറയുന്നുണ്ട്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശ്രദ്ധ, നീ ആ കോട്ട് കഴുകി കൊടുത്തു. അപ്പൊ ശ്രദ്ധ, ആരാതിന് കഴുകി കൊടുത്ത്? കുറെയൊക്കെ ചെയ്താലോന്ന് കരുതിയതാ, എന്നാലും മനസ്സ് സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് മൂർത്തിക്ക് നമ്മുടെ ശ്രദ്ധയുടെ മേലെ ഇത്രയൊക്കെ കലിപ്പുള്ളത്. അപ്പോഴാണ് കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ് എന്ന് പറയുന്നത്, നമ്മൾ അതോറിറ്റിയുടെ മുമ്പിൽ വെച്ച ആ ഒരു അപ്രൂവൽ ഇല്ലേ, അവർ റിജക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ശ്രദ്ധയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഹെഡിനോട് ചോദിക്കുന്നുണ്ട്, അല്ല സാറേ, ഒരു ഓപ്പർച്യൂണിറ്റി പോലും തരാതെ എങ്ങനെ റിജക്ട് ചെയ്യാം? അതൊക്കെ പിന്നെ നോക്കാം, ഇപ്പൊ അവിടെ ഒരു പേഷ്യന്റ് ഉണ്ട്, ഞാൻ ആദ്യം പോയിട്ട് അവർ അറ്റൻഡ് ചെയ്യും. അങ്ങനെ പോയി നോക്കുമ്പോൾ 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. ഇവളുടെ പേര് ആന. OPM ഡ്രഗ്സ് അധികമായിട്ടാണ് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. എന്നാൽ ആന പറയുന്നുണ്ട്, ഞാനൊരു ഡ്രഗ് അഡിക്റ്റ് ഒന്നുമില്ല, എന്റെ മൈൻഡിലെ വേദന മറയ്ക്കാൻ വേണ്ടിയിട്ടാ. എന്നാൽ ദേഷ്യത്തിലെ ശ്രദ്ധ നിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയാലെന്താ? എന്റെ ലൈഫിനെ കുറിച്ച് ആർക്കും പ്രത്യേകിച്ച് കൺസേൺ ഒന്നുമില്ല. അപ്പോൾ ശ്രദ്ധ ചോദിക്കുന്നുണ്ട്, ഇവളുടെ പാരന്റ്സിനെ അറിയിച്ചോ? ആനയാണെങ്കിൽ അവരറിയിക്കല്ലേ, എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ശ്രദ്ധ അതൊന്നും കേൾക്കാതെ നമ്മുടെ ഹെഡായിട്ടുള്ള ഡോക്ടറോട് പറയുന്നുണ്ട്, സാറേ നമ്മുടെ എക്സ്പെരിമെന്റിന് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഡോക്ടർ മൂർത്തി പറഞ്ഞത് ഓർമ്മയില്ലേ? ഓൾറെഡി ടീം തന്നെ റിജക്ട് ലെറ്റർ തന്നിട്ടില്ലേ? അപ്പൊ അത് മറന്നേക്ക്. അപ്പോഴാണ് എമർജൻസി വാർഡിലേക്ക് ഏതൊരു പേഷ്യന്റിനെ കൊണ്ടുവന്ന സൗണ്ട് ഹീറോ കേൾക്കുന്നത്. അങ്ങോട്ട് ഓടിപ്പോകുമ്പോൾ അതിനുള്ളിൽ ദേവ് അസിസ്റ്റന്റും കൂടി ആ ഒരു പെൺകുട്ടിയെ റെസ്ക്യൂ ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ എത്ര ട്രൈ ചെയ്തിട്ടും അവളെ രക്ഷിക്കാൻ പറ്റിയില്ല. അങ്ങനെ മരണ ടൈം നോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധ പറയുന്നുണ്ട്, ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് നോക്ക്, ഇനി ട്രൈ ചെയ്യാനൊന്നുമില്ല, അല്ലെങ്കിൽ പിന്നെ അവസാന വഴി നിന്റെ മെഡിസിൻ ഇല്ലേ O2, അത് പരീക്ഷിക്കേണ്ടി വരും. ഓൾറെഡി മെഡിക്കൽ ടീം തന്നെ നമ്മുടെ എക്സ്പെരിമെന്റ് ഫെയിൽ ആണെന്ന് പറഞ്ഞിട്ട് റിജക്ട് ചെയ്തില്ലേ? എന്നാൽ ഈ ഒരു മെഡിസിൻ വർക്ക് ചെയ്യുന്ന നമുക്ക് തെളിയിക്കാൻ ആകെ ഈ ഒരു വഴിയേ ഉള്ളൂ, അതായത് കുറച്ച് റിസ്ക് എടുക്കുക. അപ്പൊ ശ്രദ്ധ, അല്ലാതെ ഇപ്പോ നമ്മൾ എങ്ങനെ ചെയ്യാം? ദേവ് പറയുന്നുണ്ട്, അതിന് എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. എന്നിട്ട് മെയിൻ വഴികളിലുള്ള ലൈറ്റുകൾ അവർ കട്ട് ചെയ്യാണ്. ഇനി ഒരു 2-3 മിനിറ്റ് വേണം അത് വീണ്ടും ഓൺ ആവാൻ. അതിനുള്ളിൽ നമ്മൾ ഈ പേഷ്യന്റിനെ നമ്മുടെ ലാബിലേക്ക് മാറ്റണം. അങ്ങനെ ലാബിൽ എത്തിച്ച ശേഷം ഓൾറെഡി അവർ കണ്ടുപിടിച്ച തലയിലെ നെർവുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഹെൽമെറ്റ് ഇല്ലേ, അത് ധരിപ്പിക്കുകയാണ്. എന്നിട്ട് പതിയെ O2ന്റെ ഫസ്റ്റ് ഡോസ് കൊടുത്തിട്ട് ചെസ്റ്റിൽ നല്ലോണം കംപ്രസ് ചെയ്ത് പ്രസ് ചെയ്യാണ്. അങ്ങനെ കുറച്ചു നേരം പ്രസ് ചെയ്തപ്പോ പതിയെ വർക്ക് ചെയ്യാണ്. ഓൾറെഡി ഹാർട്ട് ബീറ്റ് നിന്ന് പോയിരുന്നില്ലേ, എന്നാൽ വീണ്ടും ഹാർട്ട് മിടിച്ചു തുടങ്ങാണ്. അങ്ങനെ 75% എത്തിയിട്ടുണ്ട്. എന്നാൽ പെട്ടെന്നാണ് വീണ്ടും ഡ്രോപ്പ് ആവുന്നത്. ശ്രദ്ധയ്ക്ക് വല്ലാതെ പേടി വന്നിട്ട് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടല്ലോ. അപ്പോഴാണ് അവർ ശ്രദ്ധിക്കുമ്പോൾ ഓൾറെഡി ബ്രെയിൻ ആക്റ്റീവ് ആയിരുന്നു, എന്നാൽ ഇപ്പോ ബ്രെയിൻ നിലച്ചിട്ടുണ്ട്. അതായത് ആ ഒരു പെൺകുട്ടി ശരിക്കും മരണത്തിലേക്ക് പോയിട്ടുണ്ട്, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ദേവ് ശ്രദ്ധയെ കൂട്ടിട്ട് പുറത്തേക്ക് വരുമ്പോൾ ആ ഒരു ലാബിന്റെ ഡോറ് ജാമായി പോവാണ്. അപ്പോൾ അതിനുള്ളിൽ അസിസ്റ്റന്റ് കുടുങ്ങിപ്പോയിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ ആ ഒരു ഡോറും തുറന്നിട്ട് അവനെ രക്ഷപ്പെടുത്തിയിട്ട് അവര് അവിടുന്ന് തിരിച്ചു പോവാണ്. ആ ഒരു പെൺകുട്ടി, അവളെ നമുക്ക് രക്ഷിക്കാൻ പറ്റുമായിരുന്നില്ലേ? നമ്മുടെ ശ്രദ്ധയാണെങ്കിൽ അവരുടെ സിസ്റ്റത്തിലെ അവളുടെ മരണകാരണം എന്താണെന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല, എവിടെയാണ് ഫോൾട്ട് പറ്റിയത്. എന്നാൽ ആ ഒരു ടൈമിലാണ് നമ്മുടെ ഹീറോ ആയ RJ ഓഷയുടെ ആ ഒരു പ്രോഗ്രാം റേഡിയോയിൽ വരുന്നത്. അത് കേട്ടപ്പോൾ അവളുടെ മനസ്സ് ചെറുതായിട്ടൊന്ന് കാമാവാണ്. അങ്ങനെ മഴയത്ത് ആ ഒരു പ്രോഗ്രാം കേട്ടിട്ട് അടുത്ത ദിവസം ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ അതേ ശബ്ദം ഹോസ്പിറ്റലിൽ നിന്ന് കേൾക്കാണ്. നോക്കുമ്പോൾ എമർജൻസി റൂമിലുള്ള മൈക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഓഷോ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവള് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഇപ്പൊ എമർജൻസി? അത് എന്റെ കൂടെ ഒരു കോഫി കുടിക്കാൻ വരണം. ഇപ്പൊ വരാം. ഇവിടെ കുറെ അധികം രോഗികൾ എമർജൻസിയിൽ ട്രീറ്റ്മെന്റിന് കാത്തിക്കുമ്പോൾ തനിക്കെന്ത് കോഫിയോ? ഇത് ഹോസ്പിറ്റലാന്ന് അറിയില്ലേ? ഒരു സീരിയസ്നെസ് ഇല്ലാതെ അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് സ്ഥലത്തോടും തിരിച്ചു പോവാണ്. അപ്പോഴാണ് ഡോക്ടർ മൂർത്തി അടങ്ങുന്ന ടീം ഒരു പേഷ്യന്റിനെ റെസ്ക്യൂ ചെയ്യാൻ സർജറി നടത്തിയിട്ട് അവരെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ അങ്ങോട്ട് വന്ന സ്ഥലത്തോട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ഈ പേഷ്യന്റിന്റെ ഫാമിലിയെ ഇവര് മരണപ്പെട്ട കാര്യം അറിയിച്ചേക്ക്. അല്ല സാറേ, ഞാനാണോ? നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്നാലും മറുത്തൊന്നും പറയാതെ അവളോടൊന്ന് പോവാണ്. ആ ഒരു കാഴ്ച നമ്മുടെ ഓഷയും കണ്ടിട്ടുണ്ട്. എന്നാൽ ആ ഒരു മരണം അവൾക്ക് ഫാമിലിയോട് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ കടൽ തീരത്ത് വന്നിട്ട് ഓഷ അവളെ സമാധാനിപ്പിക്കുകയാണ്. ദിവസവും കുറേയധികം മരണങ്ങളൊക്കെ നേരിട്ട് കാണുന്ന നിങ്ങളുടെ മൈൻഡ് തീരെ സ്ട്രോങ് ആയിട്ടില്ല. നമ്മുടെ ഈ ഒരു വലിയ പ്രപഞ്ചത്തിൽ നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ വളരെ ചെറുതല്ലേ? എല്ലാം മനസ്സിന്ന് എടുത്ത് കളയാൻ നോക്കിയാൽ തന്നെ എല്ലാം ഓക്കെയാണ്. അങ്ങനെ ശ്രദ്ധയെ മെന്റലി ഒന്ന് അവൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും ശ്രദ്ധയ്ക്ക് ആ ഫാമിലിയോട് കാര്യം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഓഷയാണ് അവരുടെ മകനോട് ആ ഒരു കാര്യം പറയുന്നത്. അപ്പോഴാണ് ഓഷയോട് ആ ഫാമിലിയിലെ ഒരാളെന്ന് ചോദിക്കുന്നത്, അല്ല ഡോക്ടർ ശരിക്കും എന്താ പറ്റിയേ? എന്നാലും ഓഷോ ഡോക്ടറല്ലോ,
എനിക്കൊരു അർജന്റ് സർജറി ഉണ്ട്. അപ്പോൾ ഈ ഡോക്ടറില്ലേ ശ്രദ്ധ ഇവർ പറഞ്ഞുതരും. എന്നിട്ട് അവൻ എല്ലാവരും തടിതപ്പാണ്. അപ്പോൾ ശരിക്കും എന്താണ് സംഭവിച്ചത് എല്ലാ ഡീറ്റെയിൽസും ഫാമിലിയോട് അവൾ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഫ്രീ ടൈം ഉള്ള സമയത്ത് ഒരിക്കൽ ഓഷോ ഓഫർ ചെയ്തപോലെ തന്നെ അവർ ഒന്നിച്ച് കോഫി കഴിക്കുകയാണ്. ആ ഒരു സമയത്ത് ഓഷോയ്ക്ക് ഗിറ്റാർ വായിക്കുന്നൊരു ശീലമുണ്ട്. അപ്പോൾ അവൾക്കത് പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പതിയെ പതിയെ അവരുടെ ഇടയിലെ ആ ഒരു പ്രണയം വീണ്ടും ഒന്നുകൂടി സ്ട്രോങ് ആവാണ്. അങ്ങനെ തന്റെ ആർജ് ഓഫീസിലേക്ക് ഒരിക്കൽ അവൾ ഇൻവൈറ്റ് ചെയ്യാണ്. അങ്ങനെ അവൾ വന്നപ്പോ എന്റെ ഗേൾ ഫ്രണ്ട് എന്നെ കാണാൻ വരുന്ന കരുതിയില്ല. അപ്പൊ ശ്രദ്ധ ഗേൾ ഫ്രണ്ടാ? അല്ല ഗേൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്. അല്ല നിനക്ക് ബോയ് ഫ്രണ്ട് ആരെങ്കിലും? എനിക്ക് ബോയും ഗേളൊക്കെ ആയിട്ട് ആദ്യമായിട്ടാണ് ഒരു ഫ്രണ്ടിനെ കിട്ടുന്നത്. അത് ഓഷോ ആണ്. എന്നാൽ പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നേ ഓഷോയുടെ ആ ഒരു പ്രോഗ്രാം കേട്ടുകൊണ്ട് ഇത്തിരി നേരം അവനെ കുറിച്ച് അവൾ ഓർത്തില്ലേ, അതൊക്കെ അവളുടെ പാസ്റ്റിൽ സംഭവിച്ച കാര്യമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് തന്റെ കൊളീഗില്ലേ ആടി കിരികിരിക്കുന്നത് കാണുന്നേ. അല്ല എന്താ പറ്റിയേ? അത് ഞാൻ ചെറുതായിട്ട് തുടങ്ങിയതാ, എന്നാൽ കുറച്ചധികം ഡോസ് കൂടിപ്പോയി. ഇപ്പോ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല. അത് കേട്ടപ്പോ ശ്രദ്ധയ്ക്ക് എന്തോ കത്തിയിട്ടുണ്ട്. അല്ല നീ എന്താ പറഞ്ഞേ? ഡോസ് കൂടിപ്പോയിന്ന്. നീ സൂപ്പർ ആട്ടാ. അതും പറഞ്ഞിട്ട് അവള് റിസർച്ച് ചെയ്തോണ്ടിരിക്കുന്ന ഒരു മെഡിസിൻ ഇല്ലേ ആ ഒരു ഫയലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാണ്. ലാസ്റ്റ് ടൈമിൽ ഇവർ ആ ഒരു മെഡിസിൻ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഒരു പെൺകുട്ടിയെ റെസ്ക്യൂ ചെയ്യാൻ നോക്കിയില്ലേ, എന്നാൽ അതിനിടയിൽ അവൾ മരണപ്പെട്ടു പോയില്ലേ. അതിന്റെ റീസൺ എന്താണെന്ന് അവള് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത്. അതായത് അവര് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന O2 മെഡിസിന്റെ ഫസ്റ്റ് ഡോസേജ് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ അത് കുറച്ച് നോക്കിയപ്പോൾ ആ പെൺകുട്ടിയെ ഹെൽപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴാണ് ദേവ് വിളിക്കുന്നത്. എടാ നമുക്ക് ഡോസേജ് കുറച്ച് കൂടിപ്പോയെന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് നമുക്ക് മറ്റൊരു ചാൻസ് കൂടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, നീ ഒന്ന് വേഗം വരാൻ നോക്ക്. അപ്പോൾ ഓൾറെഡി കാർഡിയക് അറസ്റ്റ് ആയിട്ട് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിരുന്നു. അവരെ റെസ്ക്യൂ ചെയ്യാൻ പറ്റിയില്ല, അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോൾ O2 മെഡിസിന്റെ ആ ഒരു ഡോസേജ് അവർക്ക് മനസ്സിലായില്ലേ. അങ്ങനെ കറക്റ്റ് ഡോസേജ് അവർ ഇഞ്ചെക്ട് ചെയ്യാണ്. എന്നിട്ട് പതിയെ ചെസ്റ്റിൽ പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ലൈറ്റ് ബ്ലിങ്ക് ആവുന്നത്. അപ്പോൾ കൊളീഗ് പറയുന്നുണ്ട് കറണ്ട് പോയതുകൊണ്ട് ഓവർലോഡ് ആവുന്നതാണ്, ഞാൻ ആവശ്യമില്ലാത്ത ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വരാം. അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ആ ഒരു ഡോറ് കുറച്ചു നേരം നമ്മൾ കണ്ടില്ലേ ജാമായി പോകുന്നത്. അപ്പോൾ അതിനിടയിൽ ഒരു ബോട്ടിൽ വെച്ചിട്ടാണ് അവൻ പോകുന്നത്. അങ്ങനെ വീണ്ടും വീണ്ടും ഒരു CPR കൊടുക്കുമ്പോൾ അവസാനം അവർ പ്രതീക്ഷ പോലെ പൾസ് കിട്ടുകയാണ്. എന്നാൽ അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ആ ഒരു റൂമില് പെട്ടെന്ന് കറണ്ട് വന്നപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ദേവ് നീ പോയിട്ട് ആ ഒരു മെയിൻ ഓഫ് ഈ ഒരു പേഷ്യന്റിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നാൽ അവള് വേഗത്തിൽ ആ ഒരു ഡോറ് തുറന്നപ്പോൾ അതിനിടയിൽ കുറച്ചു നേരത്തെ ഒരു ബോട്ടിൽ വെച്ചിരുന്നില്ലേ ആ ബോട്ടിൽ നീങ്ങിപ്പോയിട്ട് ഡോറ് ജാമായി പോവാണ്. എന്നാൽ ലാബിന്റെ ഉള്ളിൽ ദേവ് ഉണ്ടായിരുന്നില്ലേ, ലാബില് തീ പിടിക്കുകയാണ്. പതിയെ പതിയെ റൂമിനുള്ളിൽ പുക നിറയുന്നുണ്ട്. എന്നാൽ ശ്രദ്ധകാണെങ്കിൽ ആ ഒരു ഡോറ് തുറക്കാൻ എത്ര നോക്കിയിട്ടും അതിന് പറ്റുന്നില്ല. അവനാണെങ്കിൽ അതിന്റെ ഉള്ളിൽ പെട്ടുപോയിട്ടുണ്ട്. പതിയെ ശ്രദ്ധ അവളുടെ ബോധം മങ്ങാണ്. അടുത്ത ദിവസം അവൾക്ക് ബോധം വന്നപ്പോ തന്റെ കൊളീഗിനോട് അല്ല ദേവയുടെന്ന് ചോദിക്കുമ്പോ അവന് മറുപടി പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഡോക്ടേഴ്സ് ഐ എം സോറി എന്ന് പറയാണ്. അതായത് ദേവിന്റെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ്. ആ ഒരു റൂമിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയില്ലേ, അങ്ങനെ വളരെ ഓവറായിട്ട് തന്നെ ആ ഒരു സ്മോക്ക് ശ്വസിച്ചിട്ട് ഇൻഫെക്ഷൻ ആയി പോയിട്ടുണ്ട്. നമ്മള് മാക്സിമം ട്രെയിൻ ചെയ്തതാ, എന്നാൽ ഓൾറെഡി അവന്റെ ബ്രെയിൻ ഡെഡ് ആയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധ ചോദിക്കുന്നുണ്ട് എല്ലാം ഇപ്പൊ എത്ര സമയം? ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡോക്ടറോട് നിന്ന് പോയപ്പോ ശ്രദ്ധ പതിയെ ദേവിനെ കാണാൻ ആ ഒരു ഐസിയുൽ കയറുകയാണ്. അപ്പോഴാണ് ദേവിന്റെ കൈ അനങ്ങിയത് അവൾ കാണുന്നത്. അങ്ങനെ ഡോക്ടേഴ്സ് ഇൻഫോം ചെയ്യുമ്പോൾ നമുക്ക് ഇവന് CPR കൊടുക്കണം. എന്നാലും മൂർത്തി പറഞ്ഞിട്ട് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇതൊക്കെ ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള പേഷ്യൻസിലെ നോർമലായിട്ട് ഇടയ്ക്ക് സംഭവിക്കുന്ന, ഇതുവരെ നീയൊക്കെ ചെയ്ത് കൂട്ടിയത് പോലെ നിനക്ക്. അങ്ങനെ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് ദേവിലെ ശ്രദ്ധയുടെ കൈ പിടിക്കുന്നത്. പെട്ടെന്ന് അവൻ കണ്ണു തുറക്കാണ്. അന്ന് രാത്രി തന്നെ ഹോസ്പിറ്റൽ ഹെഡിനോട് മൂർത്തി പറയുന്നുണ്ട് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു എൻക്വയറി നോട്ടീസ് വന്നിട്ടുണ്ട്. അതായത് ആക്സിഡന്റിൽ വന്ന ആ ഒരു പേഷ്യന്റിലെ എക്സ്പെരിമെന്റ് നടത്തിയില്ലേ. അല്ല മൂർത്തി സാറേ, നമ്മളിപ്പോ ഈ കാര്യം പുറത്തു പറഞ്ഞാല് ഹോസ്പിറ്റലിന്റെ പേര് അതിന് ഹോസ്പിറ്റൽ എന്ത് ചെയ്തു? ഇത് ശ്രദ്ധയും ടീമും അവർ ചെയ്തതല്ലേ. നിങ്ങൾക്ക് അവരെ രക്ഷിക്കണോ അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിനെ രക്ഷിക്കണോ? നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അപ്പോഴാണ് രക്ഷപ്പെട്ട നമ്മുടെ ദേവിന്റെ റൂമിലേക്ക് ഒരു ഓഫീസർ വരുന്നത്. അതായത് ആ ഒരു ലാബിൽ തീ പിടിച്ചില്ലേ, അപ്പൊ അതിനെക്കുറിച്ച് ചോദിക്കാനാണ്. അല്ല ദേവേ, ശരിക്ക് എങ്ങനെയാ ലാബില് ഫയർ ആക്സിഡന്റ് സംഭവിച്ചേ? അപ്പൊ അവൻ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങള് ദേവെന്ന് വിളിച്ചില്ലേ, അയാൾ ആരാ? അത് കേട്ടപ്പോ ശ്രദ്ധയും കൊള്ളിയും ഷോക്കായി പോകുന്നുണ്ട്. അതായത് ദേവിന് അവനത്തിന് ഓർമ്മയില്ലേ. അങ്ങനെ അവന്റെ ബ്രെയിനിന്റെ സ്കാൻ എടുത്ത് നോക്കുമ്പോൾ ആ ഒരു സ്കാനില് പ്രത്യേകിച്ച് ഒരു പ്രശ്നം കാണാനില്ല. എന്നാൽ വല്ലാതെ അവന്റെ ശരീരത്തില് സ്മോക്ക് പ്രവേശിച്ചുകൊണ്ട് തന്നെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള പ്രോബ്ലംസ് ബ്രെയിനിൽ ഉണ്ടായതായിരിക്കാം. അവന്റെ ബോഡിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വേഗം റിക്കവർ ആവും. എന്നാൽ അവന്റെ ഫാമിലിയെ പോലും ചിലപ്പോൾ അവൻ ഓർക്കാൻ പറ്റില്ല. ദേവ് അവനിപ്പോ ഒരു ചെറിയ കുട്ടിയെ പോലെയാണ്. ഓരോ കാര്യങ്ങളും അവനിനി ആദ്യം മുതൽ പഠിച്ചു തുടങ്ങണം. അപ്പോൾ നമ്മളും ആ ഒരു കെയറോടെ വേണം അവനെ നോക്കാൻ. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാർട്ടൂണൊക്കെ കാണുമ്പോൾ അവൻ വല്ലാതെ ഹാപ്പി ആവുന്നുണ്ട്. കാരണം ചെറിയ കുട്ടികളൊക്കെ ആദ്യം കാണൂലേ, അതുപോലെ ഓൾറെഡി ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് പതിയെ പതിയെ അവന്റെ ബ്രെയിനിന്റെ ഫംഗ്ഷൻ നോർമൽ ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അവനെന്ന് ആ ഒരു ലാബിൽ സംഭവിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ അവന്റെ മൈൻഡിൽ ഓർമ്മ വരുന്നുണ്ട്. ആ സമയത്തൊക്കെ അവനതൊരു നോട്ടില് ഡ്രോയിങ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ന്യൂറോ സെക്ഷനിലെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട് മെഡിസിന്റെ പ്രോബ്ലം ആയിരിക്കും, നമുക്ക് മെഡിസിൻ മാറ്റിക്കളയാം. എന്നാൽ ലേഡി അസിസ്റ്റന്റ് പറയുന്നത് എനിക്ക് അവന്റെ സിറ്റുവേഷൻ കണ്ടിട്ട് അവന്റെ സോൾ എന്തോ ഡിസ്റ്റർബ് ആയ പോലെ തോന്നുന്നുണ്ട്. അല്ല താനൊരു ഡോക്ടറല്ലേ, ദേവിന് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല, അവന്റെ പാസ്റ്റൊക്കെ മറന്നുപോലെ ഇപ്പൊ അവൻ കാണുന്ന ഓരോ കാര്യങ്ങളും പുതുതായിട്ട് ഫീൽ ചെയ്യല്ലേ, അതുകൊണ്ട് സംഭവിക്കുന്നത്. അങ്ങനെ അടുത്ത സീനിലെ ശ്രദ്ധയും ദേവും കൂടി കോഫി കുടിക്കുമ്പോൾ അല്ല നിനക്ക് കോഫി ഇഷ്ടാ? അപ്പോൾ അവൻ പറയുന്നുണ്ട് എന്റെ പേര് ദേവ്, ഞാനൊരു കാർഡിയോളജിസ്റ്റ് ആണ്, അതുപോലെ എനിക്ക് കോഫി ഇഷ്ടമാണ്. അതായത് പതിയെ അവന്റെ ഐഡന്റിറ്റി അവന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധ നീ പേടിക്കണ്ട, നിനക്ക് നിന്റെ എല്ലാ പഴയ കാര്യങ്ങളും വേഗത്തിന് ഓർമ്മയിൽ വരും. അപ്പോൾ അവൻ പറയുന്നുണ്ട് എന്നും കിടക്കുമ്പോൾ ഞാൻ ഒരേ ഡ്രീമാ കാണുന്നത്, എന്നാല് ആ ഒരു ഡ്രീം
അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്താണെന്നറിയോ? കാരണം ആ ഒരു ഡ്രീമില് നീ ഉണ്ട്. അങ്ങനെ പതിയെ ശ്രദ്ധയുടെ തോളില് അവൻ ചാരുകയാണ്. അപ്പോഴാണ് ശ്രദ്ധയ്ക്ക് നമ്മുടെ ഓഷയെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ വരുന്നത്. അതായത് ഒരിക്കൽ ഓഷോ ഇല്ലേ നമ്മുടെ ശ്രദ്ധയെ ഒരു ഷോപ്പിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അതായത് ഒരു ഫിഷിന്റെ കറി വെക്കുന്ന ഷോപ്പാണ്, എന്നാൽ അവിടെ കുക്ക് ചെയ്യുന്ന ആളില്ല. അപ്പൊ ഓഷോ തന്നെ തന്റെ അമ്മയെ വിളിച്ചു വെച്ചിട്ട് അമ്മയുടെ ഫേവറേറ്റ് ഫിഷ് റെസിപ്പി വാങ്ങിയിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ഫിഷ് കുക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിക്കുമ്പോൾ ശ്രദ്ധയ്ക്കാണെങ്കിൽ ചെറുപ്പത്തില് അവളുടെ അമ്മ കുക്ക് ചെയ്ത് കൊടുത്ത അതേ ടേസ്റ്റ് പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് തന്നെ അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാണ്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഓഷയുടെ ഒരു ഫ്രണ്ട് ഓടി വന്നിട്ട് പറയുന്നത്, അവസാനം നിന്റെ ഡ്രീം സക്സസ് ആയല്ലോ, നിനക്കൊരു സിംഗർ ആവണമെന്നുള്ള ആഗ്രഹം നീ സെലക്ട് ആയിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് ഓഷോയിലെ നമ്മുടെ ശ്രദ്ധയെ പ്രപ്പോസ് ചെയ്യാനായിട്ട് ഒരു മോതിരൊക്കെ വാങ്ങിയിട്ട് വന്നതാണ്. ശ്രദ്ധ ഒരു രോഗി നോയിക്കൊണ്ടിരിക്കുമ്പോൾ നഴ്സ് ഒന്ന് പറയുന്നുണ്ട്, ഡോക്ടറെ നിങ്ങൾക്കൊരു എമർജൻസി കോൾ വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ അത് ഓഷോയുടേതാണ്. ഞാൻ ഹോസ്പിറ്റലിന്റെ പുറത്ത് കാത്തുക്കുന്നുണ്ട്, കുറച്ച് അർജന്റാ, ഒന്ന് വരാൻ പറ്റുമോ? എന്നാൽ പുറത്താണെങ്കിൽ നല്ല മഴയാണ്. അല്ല എന്താ ഈ മഴയത്ത് ഇത്ര ഹാപ്പിയില്? അപ്പോ അവന്റെ സ്വപ്നം നടന്നില്ലേ, അത് കാണിച്ചു കൊടുക്കാണ്. ഉള്ളില് നല്ല സന്തോഷമുണ്ട്, എന്നാൽ അതുപോലെ തന്നെ ചെറിയ സങ്കടവും. അപ്പൊ ശ്രദ്ധ അല്ല അതെന്താ, സ്വപ്നം കയ്യിലുണ്ടെങ്കിലും പലരെയും ഞാൻ വിട്ടു പോണ്ടേ, എന്റെ അച്ഛൻ, അമ്മ, പിന്നെ നീ. അപ്പൊ അവള് അതോത്ത് ടെൻഷൻ അടിക്കണ്ട, എല്ലാം ഓക്കെ ആയിക്കോളും. അല്ല എന്നാ പോകുന്നേ? ഇനിയൊരു 4 ദിവസം കൂടെ ഉള്ളൂ. അല്ല താൻ എന്നെ മിസ് ചെയ്യോ? എന്നാല് അവളൊന്നും പറഞ്ഞില്ല. ഞാൻ എന്നാ പോട്ടെ എന്ന് ചോദിച്ചിട്ടേ അവളോട് നിന്ന് പോകാൻ നോക്കുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നാളെ നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവളോട് നിന്ന് പോവാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ വന്ന് നോക്കുമ്പോൾ ഓൾറെഡി നമ്മുടെ ഹീറോ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു പേഷ്യന്റ് ഒറ്റക്ക് ഇറങ്ങി നടക്കാൻ നോക്കിയപ്പോൾ വീണ് പോയിട്ട് മുറി പറ്റിയിട്ടുണ്ട്. അങ്ങനെ അവരെ എമർജൻസി വാർഡിലേക്ക് മാറ്റുമ്പോൾ അവളുടെ കയ്യിലായ ആ ഒരു രക്തം നോക്കിയിട്ട് അവളുടെ മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിക്കുന്നുണ്ട്. അടുത്ത സീനിലെ പ്രസന്റിലെ മീഡിയ മുഴുവൻ ശ്രദ്ധയെ ചുറ്റിവളം ചോദിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിന്റെ അനുമതി ഇല്ലാതെ ഇല്ലീഗലായിട്ടൊരു പേഷ്യന്റിന് മേലെ എക്സ്പെരിമെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സ് വന്നേ? അങ്ങനെ അവളുടെ പിന്നാലെ ഹോസ്പിറ്റലിലേക്ക് ആ ഒരു മീഡിയസ് തടിച്ചു കൂടുമ്പോൾ ഹെഡ് പറയുന്നുണ്ട്, നിങ്ങൾ വെറുതെ ഇവിടെ സമയം കളയണ്ട. ആ ഒരു ഫയർ ആക്സിഡന്റ് സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ആ ഒരു പേഷ്യന്റ് മരണപ്പെട്ടു പോയിരുന്നു. അതിന്റെ എവിഡൻസ് ആർക്കെങ്കിലും വേണമെങ്കിൽ റെക്കോർഡ് ഹോസ്പിറ്റലുണ്ട്. ഓൾറെഡി മരണപ്പെട്ടു പോയ ആ ഒരു വ്യക്തിയെ റെസ്ക്യൂ ചെയ്യാൻ മാത്രമേ ഡോക്ടർ ശ്രദ്ധയും ടീമും ട്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പോഴാണ് ന്യൂസിൽ ഒരു വാർത്ത പോകുന്നത്, ഒറ്റ മകൻ മാത്രം ഉണ്ടായിരുന്ന ആ ഒരു അമ്മയ്ക്ക് ആ മകനെ നഷ്ടപ്പെട്ടാലേ ഇതായിരിക്കും അവസ്ഥ. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതേ സമയത്ത് നമ്മുടെ ഡോക്ടർ ശ്രദ്ധയോട് ഹെഡ് പറയുന്നുണ്ട്, ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്ന ആ ഒരു രോഗിയെ റെസ്ക്യൂ ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്തപ്പോഴല്ലേ ലാബിൽ വെച്ച് ദേവിന് അപകടം പറ്റുന്നത്. ആ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ട വ്യക്തിയുടെ പേര് ഓംകാർ എന്നായിരുന്നു. അവന്റെ അമ്മയ്ക്ക് അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഓംകാറിന്റെ അമ്മയെ നമ്മുടെ ഹീറോയിൻ കാണുന്നത്. പിന്നെ മെഡിക്കൽ കൗൺസിലിൽ നിന്ന് ഡോക്ടേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോ പിന്നാലെ നീ അങ്ങോട്ടേക്ക് വന്നേക്ക് അതും പറഞ്ഞ് ഹെഡ് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ആ ഒരു ടീം ശ്രദ്ധയോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളൊരു പ്രോമിസിംഗ് ഡോക്ടർ അല്ലേ, ഇങ്ങനൊരു തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് വരാൻ പാടോ? അപ്പൊ ശ്രദ്ധ അല്ല നിങ്ങളിപ്പോ എന്താ പറഞ്ഞു വരുന്നത്? അപ്പോ ഡോക്ടർ മൂർത്തി പറയുന്നുണ്ട്, ഇനി ഒരിക്കലും ഈ ഒരു എക്സ്പെരിമെന്റ് ഹോസ്പിറ്റലിൽ വെച്ച് ചെയ്യാൻ പാടില്ല. പിന്നെ നീ റിസർച്ച് എടുത്തുന്ന ആ ഒരു മെഡിസിൻ ഇല്ലേ ഓറ്റോ, അത് ഡ്രോപ്പ് ചെയ്തേക്ക്. അപ്പൊ അവള് അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാ? നിന്നെ ഡിസ്മിസ് ചെയ്യേണ്ടി വരും, ചിലപ്പോ ജയിലിലേക്കും പോകേണ്ടി വരും. അപ്പൊ ശ്രദ്ധ ഞാൻ ആരോടും ഒരു നുണയും പറഞ്ഞിട്ടില്ല, ഒരു ചീറ്റും ചെയ്തിട്ടില്ല, വരുന്നത് ഞാൻ ഫേസ് ചെയ്തോളാം. എന്നാലും മൂർത്തി നിനക്കതിനുള്ള ധൈര്യമുണ്ട്, എന്നാല് നിന്റെ ഫ്രണ്ട്സ് പാവം അവരുടെ അവസ്ഥ. എന്നാല് ഹെഡിലെ നമ്മുടെ ഹീറോയിന് മീഡിയക്ക് എന്താണ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടത് അത് എഴുതി കൊടുക്കാണ്. അവൾ ആ സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 11-ാം തീയതി രാത്രി ഒരു 11:30 മണിക്ക് ഓംകാർ എന്ന ഒരു വ്യക്തിയെ ആക്സിഡന്റ് സംഭവിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിന് കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ടിൽ ഞാൻ വായിച്ചതൊന്നും 100% സത്യമല്ല. അല്ല ഞാൻ ഒറ്റയ്ക്ക് ഓംകാറിന്റെ ശരീരത്തിൽ അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരു എക്സ്പെരിമെന്റ് നടത്തിയ കാര്യം സത്യം തന്നെയാണ്. അപ്പോൾ മീഡിയ ചോദിക്കുന്നുണ്ട്, അപ്രൂവൽ ഇല്ലാതെ എക്സ്പെരിമെന്റ് ചെയ്തത് ശരിയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ ഹീറോയിൻ ഈ ഒരു O2 എന്ന മെഡിസിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ആയിരക്കണക്കിന് ജീവനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. എന്നാൽ കുറെ നാളായിട്ട് ഞാൻ കൗൺസിലിന് അത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യത്തിന് അവര് അപ്രൂവ് ചെയ്യുന്നില്ല. എന്നാൽ അപ്രൂവ് കിട്ടുന്നവരെ പല മരണങ്ങളും നേരിട്ട് കണ്ടതുകൊണ്ട് തന്നെ അവരെ രക്ഷിക്കാനായിട്ട് ഞാൻ ഈ O2-ന്റെ പിന്നിൽ നിന്ന് മാറാനും പോകുന്നില്ല. അങ്ങനെ മൈൻഡ് വല്ലാതെ ഡിസ്റ്റർബ് ആയപ്പോൾ തന്റെ കാറിൽ വന്നിരുന്നിട്ട് ഓഷയുടെ ആ ഒരു റേഡിയോ പ്രോഗ്രാമില്ലേ അതവള് കേൾക്കുകയാണ്. അപ്പോഴാണ് ശ്രദ്ധയോട് കോളിലേക്ക് വന്നിട്ട് പറയുന്നത്, മൾട്ടി മില്യണർ ആയിട്ടുള്ള ഷെട്ടിയിലെ അദ്ദേഹം നിങ്ങളിന്ന് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അടുത്ത ദിവസം തന്നെ നമ്മുടെ ശ്രദ്ധയും ദേവും കൂടി അങ്ങനെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ അങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല റിസർച്ച് ഒക്കെ എവിടെ വരെയായി? സാറേ കൗൺസിലിൽ നിന്ന് അപ്രൂവ് കിട്ടേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ, ബാക്കി നമ്മുടെ ഭാഗത്ത് 100% കോൺഫിഡന്റ് ആണ്. അപ്പൊ ഷെട്ടി അതിനെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട, കൗൺസിലിന്റെ അപ്രൂവ് അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവമല്ല. എന്നാൽ എനിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ O2 മെഡിസിന്റെ മേലെ അത്രക്ക് വലിയൊരു ഹോപ്പൊന്നുമില്ല. അപ്പൊ ദേവ് അവിടെ നിന്നൊരു പ്ലെയിനിന്റെ മിനിയേച്ചർ എടുത്തിട്ട് പറയുന്നുണ്ട്, സാറേ ഇത് നമ്മൾ നേരിട്ട് കാണുന്നവരെ ഈ ഒരു പ്ലെയിനൊക്കെ വർക്കാവുമെന്ന് നമ്മൾ വിശ്വസിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഷെട്ടി പറയുന്നുണ്ട്, അതൊക്കെ സത്യം തന്നെയാ, പക്ഷേ ജനങ്ങൾ വിശ്വസിക്കുക അവസാനം ആ ഒരു ഫ്ലൈറ്റ് ഫ്ലൈ ഓഫ് ചെയ്ത ശേഷമാണ്. അപ്പൊ ശ്രദ്ധ സാർ ഒരു എക്സ്പെരിമെന്റിന് അവസരം കിട്ടാതെ നമ്മൾ എന്താ ചെയ്യാ? അപ്പൊ ഷെട്ടി അല്ല ശ്രദ്ധ, ഒരു പ്രാവശ്യം റൂൾസ് ബ്രേക്ക് ചെയ്യാൻ തനിക്ക് പറ്റുമോ? പക്ഷേ ഫൈനൽ റിസൾട്ട് അത് സക്സസ് ആയിരിക്കണം, ഒറ്റ പ്രാവശ്യത്തേക്ക്, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ചെറുപ്പത്തില് തന്റെ അച്ഛന്റെ കൂടെ ഒരു പുഴയിലൂടെ തോണിയിൽ അവൾ പോരണ്ടായിരുന്നില്ലേ, ആ പുഴയരികിലേക്ക് ദേവിനെ കൂട്ടിയിട്ട് അവൾ വരികയാണ്. എന്നിട്ട് ദേവിനോട്, എന്റെ അച്ഛൻ ഇടയ്ക്ക് ചെറുപ്പത്തില് എന്നെ കൂടെ കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു, ഇവിടെ വെച്ച് എന്നെ മീൻ പിടിച്ച് ഇവിടെ വെച്ച് എന്നെ കുക്ക് ചെയ്തിട്ട് നമ്മൾ കഴിക്കാറുണ്ടായിരുന്നു. എന്റെ അച്ഛനൊരു
ഫെന്റാസ്റ്റിക് കുക്കായിരുന്നു. അപ്പൊ ദേവ് നിന്റെ അച്ഛനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടല്ലേ, നിനക്ക് നിന്റെ അച്ഛൻ ആരാണെന്നെങ്കിലും അറിയാലോ. എനിക്ക് അതുപോലും അറിയില്ല. അങ്ങനെ അവൻ ആ പുഴയിലേക്ക് ചാടിയിട്ട് നീന്തി കുളിക്കുകയാണ്. അപ്പൊ ശ്രദ്ധ ദേവേ സമയം കുറയല്ലേ, നമുക്ക് പോയാലോ. അപ്പൊ അവനാണെങ്കിൽ അവളുടെ കൈ പിടിച്ചിട്ട് അല്ല നിനക്ക് കുളിക്കണ്ടേ, അത് വേണ്ട, അതിനെ ഞാൻ സമ്മതിക്കൂല. അപ്പൊ ദേവ് അതിനെ ഞാൻ നിന്നെ വിടണ്ടേ. എന്നാല് ദേവ് പറയുന്നതും അതുപോലെ ദേവിന്റെ ഓരോ പെരുമാറ്റവും കാണുമ്പോൾ അവൾക്ക് അവളുടെ ഉള്ളില് ഒരു ഇഷ്ടം തോന്നിയിരുന്ന നമ്മുടെ ഓഷോ ഇല്ലേ, അവന്റെ പല ഓർമ്മകളും വരുന്നുണ്ട്. അപ്പോഴാണ് ശ്രദ്ധയുടെയും ഓഷോയുടെ ഇടയിൽ പാസ്റ്റിൽ എന്തായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. അതായത് അവസാനമായിട്ട് ശ്രദ്ധയെ കണ്ടപ്പോ നാളെ ഒരു കാര്യം പറയാനുണ്ട്, മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നില്ലേ. ഓഷോ തന്റെ പ്രണയം പറഞ്ഞ് പ്രപ്പോസ് ചെയ്യാനാണ് അവളെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തൊക്കെയോ സർപ്രൈസ് തന്റെ ഫ്രണ്ടുമായിട്ട് സെറ്റ് ചെയ്തിട്ട് അവളെ ബൈക്കിൽ കൂട്ടിയിട്ട് ഒരു ലൈറ്റ് ഹൗസിലേക്ക് പോവാണ്. എന്നിട്ടൊരു കപ്പിൾ റിങ്സിന്റെ ബോക്സ് തുറന്നിട്ട് പറയുന്നുണ്ട്, ഇതിന്റെ അച്ഛൻ എനിക്ക് തന്നതാ, 3 നൂറ്റാണ്ടായിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് കൈമാറി വന്നുകൊണ്ടിരിക്കുന്നതാ. എന്റെ ജീവിതത്തില് ഇത്രക്ക് ക്ലാരിറ്റിയുള്ള ഒരു തീരുമാനം ഞാൻ ഇപ്പൊ എടുക്കുകയാണ്. അതായത് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, എന്റെ കൂടെ ജീവിതം സ്പെയർ ചെയ്യാന്, അതുപോലെ ഇടയ്ക്ക് ഒരു കോഫി ഒക്കെ കുടിക്കാന്, വിൽ യു മാരി മീ. അപ്പൊ അവള് ചോദിക്കുന്നുണ്ട്, അല്ല ഓഷോ നമ്മൾ പരിചയമായിട്ട് എത്ര നാളായിട്ടുണ്ട്, ഒരു 4 മാസം 5 മാസവും 12 മിനിറ്റും ആയിട്ടുണ്ട്. അല്ല ഓഷോ നിനക്ക് എന്റെ ഫുള്ള് നെയിം എന്താണെന്നറിയോ? അല്ല നീ ഇപ്പോ എന്തിനാ ഇതൊക്കെ പറയുന്നേ? ഓഷോ എന്റെ ലൈഫില് ഈ പ്രണയത്തിനൊന്നും ഒരു പ്രാധാന്യമില്ല, ഞാനിപ്പോ എന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതുപോലെ നീയും നിന്റെ ഫ്യൂച്ചർ അല്ലേ നോക്കണ്ടേ. എനിക്ക് ഫ്യൂച്ചർ അല്ല, എന്റെ ഫ്യൂച്ചർ പാസ്റ്റ്, എന്റെ എല്ലാം നീ മാത്ര. എന്റെ ലൈഫില് ഇത്രക്ക് ഹാപ്പി ആയിട്ടുള്ള നിമിഷങ്ങൾ എനിക്ക് ഉണ്ടായിട്ടില്ല ഓഷോ. ഇത് നിന്റെ വെറും ഇൻഫാക്ടേഷൻ മാത്രമായിട്ട് നിനക്ക് തോന്നുന്നതാ. അല്ല ഓഷോ നീ എന്താ പറഞ്ഞു വരുന്നേ? ഇടക്ക് നിന്നോട് കോഫി കുടിക്കാൻ വരുമ്പോ അതുപോലെ ഒരിക്കൽ നമ്മുടെ ഇടയിൽ ഒരു കിസ് സംഭവിച്ചിട്ടുണ്ടല്ലേ, അത് ആ ഒരു മൊമെന്റില് അറിയാതെ സംഭവിച്ചത്, അതൊക്കെ അത്രേ ഉള്ളൂ. അല്ല അത്രേ ഉള്ളൂ ഓഷോ, നീ എന്നെ അത്രക്ക് പ്രണയിക്കുന്നുണ്ടോ? പ്രണയിക്കുന്നുണ്ടെങ്കിൽ എന്നാലും ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യോ, എന്നെ മറന്നേക്ക്. അപ്പൊ ഓഷോ നീ എന്തായാലും മനസ്സിൽ തീരുമാനിച്ച് പറയുന്നല്ലേ, എനിക്ക് നിന്നോട് ഫോഴ്സ് ചെയ്യാൻ തോന്നുന്നില്ല. നീ പറഞ്ഞ പോലെ ഫാക്ടേഷൻ ആണെങ്കിൽ അങ്ങനെ എന്റെ മനസ്സിലെ ആ ഓർമ്മകൾ അങ്ങനെ കടന്നോട്ടെ. അതായത് അവൻ ശരിക്ക് ബ്രേക്ക് ആയി പോയിട്ടുണ്ട്. അവളോടൊന്ന് തിരിച്ചു പോകാൻ ഒരുങ്ങിയിട്ട് പിന്നെ തിരിച്ചു വന്ന് അവനെ ഹഗ് ചെയ്യാണ്. ആ ഒരു കാഴ്ച നമ്മുടെ ഓഷോയുടെ ഫ്രണ്ട് കണ്ടപ്പോ അപ്പോ സർപ്രൈസ് പൊളിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ ആ വിഷ്വൽ ബ്യൂട്ടി ആയിട്ടുള്ള സർപ്രൈസുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ അവനെ ഹഗ് ചെയ്തിട്ട് അവള് പറഞ്ഞത് എന്നെ നീ മറന്നേക്കുന്നത് തന്നെയാണ്. എന്നാൽ ദൂരെ വന്നാണ്ട ഫ്രണ്ട്സ് എന്താ കരുതിയത്, അവർ ഒന്നിച്ചു വന്നല്ലേ. എന്നാൽ ശ്രദ്ധ അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ അവളുടെ മുഖത്ത് വല്ലാതെ സങ്കടമുണ്ട്. അതായത് അവളുടെ മനസ്സിലുള്ള ആഗ്രഹമൊന്നുമല്ല അവളോട് പറഞ്ഞത്. ഓഷയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവൾക്ക് അവളുടെ വർക്കിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ ഇടയിൽ അവളുടെ ഒരു അശ്രദ്ധ കാരണം ഒരു പേഷ്യന്റ് വീണിട്ട് അദ്ദേഹത്തിന് മുറിവ് പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോ തന്റെ ജോലിയാണ് തനിക്ക് പ്രധാനമെന്ന് അവൾ മനസ്സിൽ കരുതിയിട്ടാണ് അവളുടെ ഉള്ളിലുള്ള ആ ഒരു പ്രണയത്തെ അവൾ വേണ്ടാന്ന് വെച്ചത്. അങ്ങനെ പ്രസന്റില് ആ ഒരു പുഴയിലേക്ക് കുളിച്ചിട്ട് ദേവിനെ കൂട്ടിയിട്ട് നമ്മുടെ ശ്രദ്ധ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ അവള് ഓഷോയുടെ ആ ഒരു റേഡിയോ പ്രോഗ്രാമിലെ അത് തന്നെയാണ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ദേവിന്റെ അങ്കിള് വിളിക്കുന്നത്. ദേവിനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? അപ്പോ ദേവ് തുമ്മുന്ന കേട്ടപ്പോ അല്ല അവനെന്താ തുമ്മുന്നേ? അതൊന്നുമില്ല, ഇന്ന് ദേവൊന്ന് പുഴയിൽ നീന്തിയിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോ അങ്കിള് ചോദിക്കുന്നുണ്ട്, എന്ത് പുഴയിൽ നീന്തിയെന്നോ? അവന് ഹൈപ്രോഫോബിയ ഉണ്ട്, അവന് വെള്ളം തന്നെ വല്ലാതെ പേടിയാ, പിന്നെ അവനെങ്ങനെ നീന്തുക? അല്ല നീ പറഞ്ഞത് ശരിയാണോ? ഓക്കെ അല്ലേ? എന്നാല് ശ്രദ്ധ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഫോണ് കട്ടയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് തന്റെ കൊളീഗ്സ് വരുന്നത്. അവര് ശ്രദ്ധയുടെ മുഖം കണ്ടപ്പോ അല്ല എന്താ നിന്റെ മുഖത്തൊരു വാട്ടം പോലെ? അതൊന്നുമില്ല, പക്ഷേ ദേവിന്റെ ബിഹേവിയർ വല്ലാതെ മാറിയിട്ടുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാല് അവൻ കംപ്ലീറ്റ് ആയിട്ട് മറ്റൊരു വ്യക്തിയായ പോലെ. അപ്പോഴാണ് ലേഡി കൊളീഗ് പറയുന്നത്, ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് പറയല്ല, പക്ഷെ എന്റെ ലൈഫിൽ ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് വെച്ച് പറയാണ്. അതായത് ഈ ഒരു ഗ്ലാസ് നീ ഒരു വ്യക്തിയുടെ ശരീരമായിട്ട് കാണുക, ഈ ഗ്ലാസ്സിലുള്ള വെള്ളം അയാളുടെ ആത്മാവായിട്ടും. നിങ്ങൾ അന്ന് ആക്സിഡന്റ് സംഭവിച്ച ഓങ്കാരെ ലാബിൽ വെച്ച് റെസ്ക്യൂ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ആ ഒരു സമയത്ത് ആ ഒരു ലാബിൽ തീ പിടിച്ചു. അതില് ഓൾറെഡി പൾസ് നിന്നുപോയ ഓങ്കാരയിലെ അവന്റെ ആത്മാവ് അവന് കയറാൻ പറ്റുന്ന മറ്റൊരു ശരീരത്തെ തേടുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ സ്വീകരിച്ചത് അതിനുള്ളില് മരണം സംഭവിച്ച ദേവിന്റെ ശരീരമാണ്. കാരണം ദേവിന്റെ റിപ്പോർട്ടില് അവൻ ഫിസിക്കലി ബ്രെയിൻ ഡെഡ് ആയിരുന്നില്ലേ? ഇപ്പോ അവന്റെ ശരീരത്തിലുള്ള ആത്മാവ് അത് ഓംകാരയുടേതാണ്. സ്പിരിറ്റ് സയൻസിലെ ഈ ഒരു പ്രതിഭാസത്തെ വാക്ക് ഇൻ സോൾസ് എന്നാണ് പറയാറ്. അപ്പോ മറ്റൊരു കൊളീഗ് ഡോക്ടർ പറയുന്നുണ്ട്, ഇതൊക്കെ നിങ്ങളുടെ വെറും തോന്നൽ മാത്രം, അവനിപ്പോ ചെറിയ മറവി മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട്, അല്ല ബ്രെയിൻ ഡെഡ് ആയ ദേവ് പിന്നെ എങ്ങനെയാ ജീവിതത്തിലേക്ക് തിരിച്ചു എന്ന് പറയുന്നത്? അതിന് മെഡിക്കൽ സയൻസിൽ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? അതിന് അവർക്കൊരു മറുപടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം അവരുടെ മേലെയുള്ള ആ ഒരു കേസ് കോടതിയിൽ വിളിപ്പിക്കുകയാണ്. അതായത് ഇത് നോർമൽ കോടതിയല്ല, ഒരു മെഡിക്കൽ കൗൺസിൽ പോലത്തെ കോടതിയാണ്. അപ്പോ ഡോക്ടർ മൂർത്തി ആ ഒരു ബെഞ്ചിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഡോക്ടർ ശ്രദ്ധയോട് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാണ്ട്. അവരും അതിന് അനുമതി കൊടുക്കുകയാണ്. അപ്പോ അങ്ങേര് ചോദിക്കുന്നുണ്ട്, ഓഗസ്റ്റ് 29-ാം തീയതി എത്ര മണിക്ക് നിങ്ങൾ ഉറങ്ങിയിരുന്നേ? അവള് പറയുന്നുണ്ട്, എനിക്ക് ഒരു സ്ലീപ്പിംഗ് ഡിസോർഡർ ഉണ്ട്, അതുകൊണ്ട് 2 ദിവസം ഞാൻ ഉറങ്ങിയിരുന്നില്ല. എന്നാലും മൂർത്തി നിനക്ക് ഒരു സ്ലീപ്പിംഗ് ഡിസോർഡറും ഇല്ല. കഴിഞ്ഞ 12 വർഷമായിട്ട് നിനക്ക് ആങ്സൈറ്റി ഡിസോർഡറിന് നീ മെഡിസിൻ എടുക്കുന്നില്ല. ഇനിയിപ്പോ അതിന്റെ റിപ്പോർട്ട് വേണോ? അപ്പൊ അവള് ചോദിക്കുന്നുണ്ട്, അതെന്റെ പേഴ്സണൽ കാര്യമല്ലേ, ഈ കേസുമായിട്ട് അതിനെന്താ ബന്ധം? അപ്പൊ അങ്ങേര് പറയുന്നുണ്ട്, അതിന് ബന്ധമുണ്ട്. ശരിക്കൊന്ന് ചിന്തിച്ചു നോക്ക്, ഓംകാരക്ക് നീ O2 ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് അവൻ റിവൈവ് ആയിട്ട് ലൈഫിലേക്ക് തിരിച്ചു വന്നത് ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? എല്ലാരും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ കൊളീഗ്സിനോട് ചോദിക്കുന്നുണ്ട്, ഓംകാര് റിവൈവ് ആയത് നിങ്ങൾ മോണിറ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നു? അവര് പറയുന്നുണ്ട്, ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം അവരാ സമയത്ത് ആ
ഒരു ലാബിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ശ്രദ്ധ ദേവ് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഡോക്ടർ മൂർത്തി അതിനിപ്പോ ദേവിന് സ്വന്തം അച്ഛനും അമ്മയും ആരാന്ന് പോലും ഓർമ്മയില്ല. അപ്പൊ ശ്രദ്ധ അല്ല നിങ്ങൾ എന്താ പറയുന്നത്, ഞാൻ ഈ പറയുന്നതൊക്കെ നുണയാണെന്നോ? ഞാൻ നുണയാന്ന് പറഞ്ഞിട്ടില്ല. എന്നാല് ഹോസ്പിറ്റലിൽ ഓൾറെഡി റിപ്പോർട്ടുണ്ട്. അതായത് മരണപ്പെട്ടു പോയ നിന്റെ അച്ഛനുമായിട്ട് 3 വർഷത്തില് പല പ്രാവശ്യമായിട്ട് നീ സംസാരിച്ചത് പലരും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജഡ്ജസ് ചോദിക്കുന്നുണ്ട്, ഇദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷേ അതൊരു സ്വപ്നം മാത്രമാണ്. അപമൂർത്തി അത് തന്നെയാണ്. അതായത് ശ്രദ്ധയ്ക്ക് ഒരു ഡെലൂഷണറി ഡ്രീം എന്ന സിറ്റുവേഷൻ ഉണ്ട്. അന്ന് അവള് പറഞ്ഞ പോലെ O2 മെഡിസിൻ ഓംകാരയുടെ മേലെ പരീക്ഷിച്ചിട്ടുമില്ല, അവൻ റെസ്ക്യൂ ആയിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നിട്ടുമില്ല. അതൊക്കെ അവൾ വെറും തോന്നൽ മാത്രമാണ്. അപ്പോൾ ജഡ്ജസ് ചോദിക്കുന്നുണ്ട്, അല്ല ശ്രദ്ധ നിന്റെ ഭാഗം തെളിയിക്കാൻ എന്തെങ്കിലും എവിഡൻസ് കയ്യിലുണ്ടോ? അപ്പോഴാണ് ദേവ് എഴുന്നേറ്റിട്ട് പറയുന്നത്, മേഡം അതിനൊരു വഴിയുണ്ട്. അതായത് ലാബിലെ CCTV വിഷ്വൽസിലെ അതൊന്ന് റിട്രൈവ് ചെയ്ത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ സത്യം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? എന്നാലും മൂർത്തിയാണെങ്കിൽ നിങ്ങൾ അതിന് അവസരം കൊടുക്കരുത്. അപ്പോൾ ജഡ്ജസ് പറയുന്നുണ്ട്, നാളെ രാവിലെയാണ് ജൂറി ഫൈനൽ ഡിസിഷൻ തീരുമാനിക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധ നിനക്ക് ആകെ 12 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ എവിഡൻസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സബ്മിറ്റ് ചെയ്യും. എന്നാൽ ഓൾറെഡി ബേൺ ആയി പോയ ആ ലാബിലെ വിഷ്വൽസ് എങ്ങനെ റിട്രൈവ് ചെയ്യുക? അവർക്കൊന്നും തിരിയുന്നില്ല. അപ്പോഴാണ് ദേവ് പറയുന്നത്, എന്റെ അച്ഛനില്ലേ അദ്ദേഹത്തിന് റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ അവര് കോർപ്പറേറ്റ് ഓഫീസിന്റെ സെർവർ റൂമിലുള്ള ആ ഒരു വിഷ്വൽസ് റിട്രൈവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഓൾറെഡി ആ ഒരു വിഷ്വൽസ് ഒക്കെ നമ്മുടെ ഡോക്ടർ മൂർത്തിയിലെ അങ്ങേര് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് അവളുടെ മൈൻഡിൽ ഒരു കാര്യം ഓർമ്മ വരുന്നത്. അതായത് ആ ഒരു ബിസിനസ്സുകാരൻ ഷെട്ടി പറഞ്ഞിരുന്നില്ലേ, നിന്റെ പരീക്ഷണങ്ങള് സക്സസ് ആണെന്ന്. ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യും, ഒരു പ്രാവശ്യം മാത്രം റിസ്ക് എടുക്ക്, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാന്ന്. അപ്പോൾ അവള് മനസ്സിൽ എന്തോ ഉറപ്പിച്ചിട്ട് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെ വേഗത്തിൽ തിരിച്ചു വരികയാണ്. ഇതേ സീൻ തന്നെയാണ് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഓൾറെഡി ഡോക്ടർ മൂർത്തിയാണ് അവളുടെ റിസർച്ചിന്റെ എല്ലാ എക്യുപ്മെന്റ്സും നശിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ ഹെഡും അസിസ്റ്റന്റും പറയുന്നുണ്ട്, ശ്രദ്ധ ഇത് നീ ചെയ്യരുത്, നിന്റെ ജീവൻ തന്നെ അപകടത്തിൽപ്പെടുന്നതിന് തുല്യാണ്. അപ്പോൾ അവള് റെഡിയല്ലെന്ന് ചോദിച്ചില്ലേ, അത് ആരോടെന്ന് വെച്ചാല് നമ്മുടെ ദേവിനോട് തന്നെയാണ്. അങ്ങനെ അവൻ വന്നിട്ട് റിസ്ക് എടുക്കാൻ നോക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, അതിന് നിന്റെ ശരീരത്തിലല്ല എന്റെ ശരീരത്തിലാണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ആവശ്യമില്ല ശ്രദ്ധ, ഞാൻ തയ്യാറാണ്. അപ്പോൾ അവള് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ഇതൊക്കെ റെക്കോർഡ് ചെയ്യ്, പിന്നെ നിന്റെ മേലെ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞാല് ഇപ്പൊ തന്നെ എന്നെ കൗൺസിൽ വിശ്വസിക്കുന്നില്ല, ഇനിയും ഒരിക്കലും വിശ്വസിക്കില്ല. എന്നിട്ട് അവള് പറയുന്നുണ്ട്, നീ ആ ഒരു ഇഞ്ചക്ഷൻ എന്റെ ശരീരത്തിൽ എടുക്കുക. അപ്പോൾ പതിയെ എന്റെ ഹാർട്ട് ബീറ്റ് നിലയ്ക്കും. അതായത് ശരിക്കും പറഞ്ഞാല് മരണത്തിലേക്ക് പോകും. അതിനുശേഷം ഒരു 30 സെക്കൻഡിനുള്ളിൽ O2 ഇഞ്ചക്ഷൻ ഇല്ലേ അതിന്റെ ശരീരത്തിൽ എടുത്താൽ മതി. അങ്ങനെ സ്വന്തം ജീവൻ വെച്ചിട്ട് അവർ ആ പരീക്ഷണം നടത്താണ്. അവൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇഞ്ചക്ഷൻ ഇല്ലേ അവളുടെ ശരീരത്തിൽ എടുക്കുന്നുണ്ട്. ആ ഒരു കാഴ്ചയൊക്കെ CCTVയിൽ ഓൾറെഡി കണ്ടുകൊണ്ടിരുന്ന അവരുടെ കൊളീഗ്സ് ഇല്ലേ അവർ ഓടി എത്തിയിട്ടുണ്ട്. എന്നാൽ നോക്കുമ്പോൾ അവളുടെ ഹാർട്ട് ബീറ്റ് ഇല്ലേ അത് നിലച്ചിട്ടുണ്ട്. 7:15 അവള് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ ദേവ് ഇനി ഈ ഒരു മെഡിസിൻ ഇല്ലേ ഓട്ടോ അതെടുക്ക്. ദേവ് അതിനുള്ള സമയം കഴിഞ്ഞുപോയി. എന്നാൽ അപ്പോഴാണ് ശ്രദ്ധയുടെ മൈൻഡിലുള്ള പല കാര്യങ്ങളും നമ്മൾ കാണുന്നത്. ചെറുപ്പത്തിൽ അവളുടെ അച്ഛൻ മരണപ്പെട്ടതും അതിനുശേഷം അവളുടെ ലൈഫിലെടുത്ത തീരുമാനങ്ങളും പിന്നീട് അവൾ ഓഷയെ പരിചയപ്പെട്ടതും അവരുടെ ഇടയിലുണ്ടായിരുന്ന ആ ഒരു പ്രണയവും. എന്നാൽ പെട്ടെന്ന് അതിനുള്ളിലെ നമ്മുടെ ഡോക്ടർ മൂർത്തിയിലെ അങ്ങേര് വന്നിട്ട് ഓട്ടോ അവളുടെ ശരീരത്തിൽ എടുക്കുകയാണ്. കുറച്ച് നിമിഷം കൊണ്ട് തന്നെ അവള് കണ്ണ് തുറക്കുന്നുണ്ട്. അതായത് മൂർത്തിക്ക് അങ്ങേർക്ക് അറിയാലോ ഓട്ടോ അത് സക്സസ് ആണെന്നും അത് ഓൾറെഡി വർക്ക് ആയിട്ടുണ്ടെന്ന്. അടുത്ത 24 മണിക്കൂർ ഇവളെ ഒബ്സർവേഷനിൽ തന്നെ വെച്ചേക്കെന്ന് പറഞ്ഞിട്ട് അങ്ങേര് അവിടെ തിരിച്ചു പോകണം. അങ്ങനെ ശ്രദ്ധ അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഡോക്ടർ മൂർത്തിയിലെ അങ്ങേര് തന്നെ മെഡിക്കൽ കൗൺസിലിനോട് ശ്രദ്ധയുടെ റിസർച്ച് അത് ജെന്യൂൻ ആണെന്നും സക്സസ് ആണെന്നും എല്ലാ എവിഡൻസും സബ്മിറ്റ് ചെയ്തിട്ട് റിപ്പോർട്ടും കൊടുക്കുകയാണ്. അപ്പോൾ ദേവ് പറയുന്നുണ്ട്, ഇപ്പോൾ നിന്റെ ആഗ്രഹങ്ങളൊക്കെ നടന്നില്ലേ, പിന്നെ എന്റെ ഓർമ്മകളൊക്കെ ഇടയ്ക്ക് വരുമ്പോൾ നിനക്ക് വല്ലാതെ ഡിസ്റ്റർബ് ആവും. അപ്പോൾ ഞാൻ പോവാണ്. അപ്പൊ ശ്രദ്ധ അല്ലേ ഇത്ര പെട്ടെന്നോ? പോകുന്നതിന് മുമ്പ് നമുക്കൊരു സ്ഥലം വരെ പോയാലോ? അങ്ങനെ അവര് പോകാൻ ഇറങ്ങുന്നതിന് മുൻപ് ശ്രദ്ധ അവളുടെ കാറിൽ വെച്ചിട്ട് അവസാനമായിട്ട് ഓശയോട് പറഞ്ഞത് തന്നെ മറന്നേക്കെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു പോയതല്ലേ. എന്നാല് ഇപ്പോൾ അവളൊരു വോയിസ് മെസ്സേജ് അവൻ അയക്കുകയാണ്. അതായത് അന്ന് ലൈറ്റ് ഹൗസിൽ എന്നോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിന്നിൽ നിന്ന് അകന്നു വന്നില്ലേ, ആ ഒരു സമയത്ത് എന്റെ ജീവൻ തന്നെ നിന്നിൽ നിന്ന് പോയപ്പോൾ എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ഒരുപാട് ഞാൻ വേദനിപ്പിച്ചില്ലേ, നമുക്കൊന്ന് കാണാൻ പറ്റുമോ, എനിക്ക് സോറി ചോദിക്കാനാ. എന്നാല് ഒരു റെസ്പോണ്ടും കാണുന്നില്ല. അങ്ങനെ ദേവിനെ കൂടിയിട്ട് അവൾ എങ്ങോട്ടാ പോയെന്ന് വെച്ചാല് ഓൾറെഡി ആക്സിഡന്റിൽ മരണപ്പെട്ട ഓംകാരുണ്ടായിരുന്നില്ലേ അവന്റെ ചില ഐറ്റംസ് ഹോസ്പിറ്റലിൽ ഒരു ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവന്റെ അമ്മയ്ക്ക് കൊടുക്കാനാണ്. അങ്ങനെ അതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അമ്മ പറയുന്നുണ്ട്, ഹോസ്പിറ്റലിലെ ഹെഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്റെ മോനെ രക്ഷിക്കാൻ നിങ്ങൾ പരമാവധി പരിശ്രമിച്ച കാര്യമൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധ നിനക്ക് കോഫി എടുക്കട്ടെ. അങ്ങനെ ആ ഒരു അമ്മ കോഫി എടുക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ ഓംകാരിയുടെ പഴയ ചെറുപ്പത്തിലെ ഫോട്ടോസൊക്കെ നമ്മുടെ ശ്രദ്ധ വെറുതെ ഒന്ന് കാഷ്വലായിട്ട് നോക്കുന്നത്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എന്റെ മോനിക്കില്ലേ ചെറുപ്പത്തില് വെള്ളം കണ്ടാല് ഒരു ഭ്രാന്ത് പോലെ, അതായത് നീന്തല് ഭയങ്കര ഇഷ്ട, എവിടെ വെള്ളം കണ്ടാലും അവൻ അപ്പം എടുത്ത് ചാടും. അപ്പോഴാണ് നമ്മുടെ ദേവില്ലേ അന്ന് ആ പുഴ കണ്ടപ്പോ എടുത്ത് വെള്ളത്തിലേക്ക് ചാടി തോർമ്മ വരുന്നത്. ദേവിന്റെ അച്ഛൻ പറഞ്ഞത് അവനാണെങ്കിൽ വെള്ളത്തിന് പേടിയാണ്, അവനൊരു ഫോബിയ ഉണ്ടെന്നല്ലേ. അപ്പോൾ ഓൾറെഡി ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു ബോക്സ് ഇല്ലേ ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തപ്പോ നമ്മുടെ ഓഷോ ശ്രദ്ധയ്ക്ക് പ്രപ്പോസ് ചെയ്യാനായിട്ട് ഒരു മോതിരം കൊണ്ടുവന്നിരുന്നില്ലേ ആ ഒരു ബോക്സ് അവൾ കാണുന്നത്. സംശയം തോന്നിയിട്ട് അവളുടെ ഫോൺ എടുത്തിട്ട് ഓഷോയുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കുമ്പോൾ ആ ഒരു ഫോണ് അതേ വീട്ടിൽ വെച്ചിട്ട് റിംഗ് ആവാണ്. അപ്പോഴാണ് അവിടെ ഓഷോയുടെ ഫോട്ടോ അവൾ കാണുന്നത്. അതായത് അന്ന് മരണപ്പെട്ടത് നമ്മുടെ ശ്രദ്ധ രക്ഷപ്പെടുത്താൻ നോക്കിയ ഓംകാര അത് വേറെ ആരുമല്ല നമ്മുടെ ഓഷോ തന്നെയായിരുന്നു. അങ്ങനെ അവനൊരു 3 ആഴ്ചത്തേക്ക് തന്റെ പ്രോഗ്രാം പ്രീ റെക്കോർഡ് ചെയ്തിട്ട് ആ ഒരു 3 ആഴ്ച ശ്രദ്ധയും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അവളെ വീണ്ടും ഒന്ന് മീറ്റ്
മീറ്റ് ചെയ്യാനായിട്ട് തന്റെ ബൈക്ക് എടുത്തിട്ട് വളരെ സന്തോഷത്തില് അവൻ പോയിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ പെട്ടെന്നാണ് പ്രതീക്ഷിക്കാതെ അവന്റെ ബൈക്ക് ആക്സിഡന്റിൽ പെടുന്നത്. അങ്ങനെയാണ് അവനെ അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതും ആ ഒരു ഹെൽമെറ്റ് അവന്റെ തലയിൽ വെച്ചതുകൊണ്ട് തന്നെ അവന്റെ ഫേസ് അന്ന് നമ്മുടെ ശ്രദ്ധ കണ്ടിരുന്നില്ല. എന്നാൽ ഈ നിമിഷം വരെ ഒരിക്കലും ഇനി ഓം തിരിച്ചു വരില്ല എന്ന് അവൾക്ക് അറിയില്ലല്ലോ. അവള് വല്ലാതെ ഉടഞ്ഞു തകർന്നിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. ആ ഒരു സമയമൊക്കെ ഓമിന്റെ കൂടെയുള്ള നല്ല നിമിഷങ്ങളൊക്കെ അവളുടെ മനസ്സിലൂടെ പോകുന്നുണ്ട്. അപ്പോ ദേവാണെങ്കിൽ ഒരു ഗിറ്റാർ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ശ്രദ്ധ നമുക്ക് പോയാലോ, എനിക്ക് വേണ്ടി ഒരു ചെറിയ ടൂൺ ഞാൻ വായിക്കട്ടെ. എന്നാൽ ആ ഒരു ടൂണ് കേൾക്കുമ്പോൾ അവൾക്ക് നല്ല പരിചയമുള്ള ഒരു ടൂൺ പോലെ, അതായത് ഇപ്പോ ദേവിന്റെ ഉള്ളിലുള്ളത് അത് വേറെ ആരുമല്ല നമ്മുടെ ഓംകാര തന്നെയാണ്. അവനിപ്പോ പ്ലേ ചെയ്യുന്നത് ഒരിക്കൽ ഓംകാര നമ്മുടെ ഹീറോയിന് പ്ലേ ചെയ്ത് കൊടുത്ത അതേ ട്യൂണാണ്. ഇവിടെ ഈ ഒരു കഥ അവസാനിക്കുകയാണ്. അത് നമ്മുടെ ശ്രദ്ധയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് സയൻസിന് ബിയോണ്ട് ആയിട്ടുള്ള ചില സത്യങ്ങൾ ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് അവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓമറായിട്ട് സംസാരിക്കുകയും ചെയ്യും. അവര് ഒന്നിക്കൊന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പ്രതീക്ഷയോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ എങ്ങനെയായിരുന്നു കഥ? നിങ്ങൾ പ്രതീക്ഷ പോലെ അത്യാവശ്യം ട്വിസ്റ്റുകൾ ഉണ്ടായിരുന്ന നല്ല എൻഗേജിംഗ് ആയിരുന്ന അടിപൊളി ഒരു കഥയായിരുന്നില്ലേ? അപ്പോൾ ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ട്വിസ്റ്റ് മലയാളി എന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കഥയായിട്ട് നമുക്ക് വേഗത കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.